الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وإذا مس الإنسان الضر دعانا لجنبه أو قائدا أو قائما فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مسه كذلك زين للمسرفين ما كانوا يعملون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم لعائشة رضي الله عنها أفلا أكون عبدا شكورا صدق رسوله المصطفى الأمين صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جبلي غافرا يا بهجة الدارين كلي ناصرا يا غافر الآسين كلي غافرا يا أكرم الثقلين يا كنز الورى جدري بجودك أرضني برواك يا سيدي مددي سندي ويا مددي مؤيدي مددي أملي ألا سجدي مشيدي سجدي أرضي بلا عددي كن آخذا بيدي خواجة معين الدين لي خمسة يطفي بها هو الوباء الحاكمة المصطفى والمرتضى وابناهما والفاطمة. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സദസ്സിന് ദുആ നിർവഹിച്ചു തന്ന സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ ഫൈസി ഇർഫാനി അവர்கள் ഈ മനോഹരമായ ജമാലിയ എന്ന സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും എഴുത്തുകാരനും പ്രഭാഷകനും മുദരിസുമൊക്കെയായ ബഹുമാനായ സലീം ഫൈസി ഇർഫാനി അൽ-അസ്ഹരി ഉസ്താദ് അവர்கள், ഈ സദസ്സിന്റെ അധ്യക്ഷനും ഇർഫാനിയ അറബി കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളുമായ അബൂബക്കർ ഇർഫാനി, എല്ലാത്തിനുമുപരി ഈ സദസ്സിന് സമുദ്ഘാടനകർമ്മം നിർവഹിച്ച് ആധികാരികമായി ഈ സദസ്സിന് ഒരു വലിയ സന്ദേശ പ്രഭാഷണം നിർവഹിച്ചു തന്ന സീനുദ്ദീൻ വാഖവി കൂരിയാട് ഉസ്താദ് അവറുകൾ,
ഈ സദസ്സിൽ നിൽക്കുന്ന ജമാലിയുടെ പ്രസിഡന്റ് കെ സൂഫി ഹാജി തുടങ്ങി ഈ സദസ്സിലെ ഉപവിഷ്ടരായിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇർഫാനിയുടെയും ജമാലിയുടെയും പരിസര മഹല്ലുകളുടെയും മസ്ജിദുകളുടെയും എല്ലാം സ്ഥാപനങ്ങളുടെയും എല്ലാം സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രവർത്തകരിൽപ്പെട്ട ഇസ്മായിൽ ഉൾപ്പെടെയുള്ള ആശം ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കരുണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു മാഫാക്കി തരട്ടെ. സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം നയിച്ച് ഈമാനോടുകൂടി മരിക്കുന്നതിനുള്ള മഹാഭാഗ്യം അല്ലാഹു ഈ സദസ്സിന്റെയും ഈ സ്ഥാപനത്തിന്റെയും ഇവിടുത്തെ മുതഅല്ലിമുകളുടെയും ഗുരുനാഥന്മാരുടെയും എല്ലാം ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നസീബാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ദീനിൽ വികലമായ ചിന്താഗതികൾ കടന്നു വരുമ്പോൾ അതിനെതിരെ വിപ്ലവകരമായ മുന്നേറ്റം നടത്തി ഒരു ആൺകുട്ടിയെ പോലെ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് ജാമിഅ ജമാലിയ എന്നത് നമുക്കറിയാം. ബഹുമാനപ്പെട്ട സലീം ഇർഫാനി ഉസ്താദിന്റെയും അതുപോലെ മറ്റു പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെയും അതിലുപരി അത് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഇവിടുത്തെ പ്രിയപ്പെട്ട സംഘാടക സമിതിയുടെയും അഭിനയകാംക്ഷികളായ ദീനീ സ്നേഹികളുടെയും താല്പര്യത്തിനേക്കാൾ ഉയർന്ന ഉന്നത നിലവാരത്തിലേക്ക് ആ സ്ഥാപനം അൽഹംദുലില്ലാഹ് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 6ാമത് വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രഥമ ദിവസമാണ് അൽഹംദുലില്ലാഹ്. ഇന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങൾ പഠിക്കാനും പറയാനും മനസ്സിലാക്കാനും അൽഹംദുലില്ലാഹ് നല്ല ഒരു ജീവിതം കെട്ടിപ്പടുത്ത് അല്ലാഹുവിന്റെ പൊരുത്തത്തോടെ മരിക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന ആമുഖ പ്രാർത്ഥനയോടെ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ലത്തീഫ് ബാനൂർ ഉൾപ്പെടെയുള്ള ഈ വേദിയിലിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ്സുമായി സഹകരിക്കുന്നതിന്റെ നന്മയും നിലാവും പ്രതിഫലവും ബറക്കത്തും ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദിയുള്ള അടിമ എന്ന വളരെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ഏറ്റവും അധികം അനുയോജ്യമായി പഠിക്കൽ അനിവാര്യമായ ഒരു വിഷയത്തിന്റെ ഒരു ചെറിയ ചർച്ച നടത്തിയ അൽഹംദുലില്ലാഹ് നമുക്ക് സമയപരിമിതി നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു വിജയിപ്പിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 6666 ആയത്തുകൾ എന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ കണക്കാണെങ്കിലും അല്ലെങ്കിലും അതിന്റെ അകത്ത് ഒരുപാട് ചരിത്ര സത്യങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വരച്ചു കാണിച്ചത് ആ പരിശുദ്ധ ഖുർആനിന്റെ ഏടുകൾ അധികമാകുന്നതിനോ ആയത്തുകളുടെ എണ്ണം അധികരിക്കുന്നതിനോ അല്ലാഹുവിന്റെ കിതാബ് വളരെ വലുതാണ് എന്ന് വിളിച്ചറിയിക്കുന്നതിനോ അല്ല. ആ പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ അകത്ത് ലോകത്ത് നടന്ന യാഥാർത്ഥ്യങ്ങളെ ചരിത്ര സത്യമായി പരിശുദ്ധ ഖുർആനിന്റെ പ്രകാശമുള്ള വചനങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ അത് പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് ഗുണപാഠം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. അനേകം അത്ഭുത സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് വിളമ്പി തരുമ്പോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച തീർത്തും നന്ദികേട് മാത്രം ചെയ്ത ഒരു മനുഷ്യന് അല്ലാഹു കൊടുത്ത വളർച്ചയും അവസാനം അവന്റെ നന്ദികേടിന് ഫലമായിട്ട് അല്ലാഹു അവസാനം അവന് കൊടുത്ത ഒരു പണിഷ്മെന്റും അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഖസസ് വിശദീകരിക്കുന്നുണ്ട്. നന്ദിയുള്ള അടിമ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാർ സശ്രദ്ധം അത് വീക്ഷിച്ചിട്ട് അതിൽ നിന്നൊരു വലിയ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ആമുഖമായി അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തെ ആ മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് ചോദിച്ചിട്ടല്ല, ഒരുപാട് സ്വത്ത് കൊടുത്തു, പ്രതാപം കൊടുത്തു, ഉന്നതമായ പദവി കൊടുത്തു, സ്ഥാനമാനം കൊടുത്തു, കൊട്ടാരങ്ങൾ കൊടുത്തു, ഏറ്റവും വലിയ സമ്പന്നതയുടെ ഉത്തൂത സോപാനത്തിൽ വിരാജിക്കുന്ന പവർ ആ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹു കൊടുത്തു. ഒന്നും അവൻ കൈനീട്ടി യാചിച്ചിട്ടോ ചോദിച്ചിട്ടോ ഒന്നുമല്ല, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു കൊടുത്തതാണ്. പക്ഷേ അത് മുഴുവനും വാങ്ങിയിട്ട് എനിക്കിതെല്ലാം തന്നത് അല്ലാഹു ആണെന്ന് ചിന്തിക്കാൻ
കൂട്ടാകാതെ എനിക്കിതെല്ലാം തന്നത് കാരുണ്യവാനായ ഔദാര്യവാനായ പടച്ചതമ്പുരാനാണ് എന്നുള്ള ഓർമ്മ നഷ്ടപ്പെട്ടു പോയിട്ട് ആ പടച്ചതമ്പുരാന് തിരിച്ചൊരു അൽഹംദുലില്ല പോലും പറയാൻ സമയം കൂട്ടാകാതെ ആ പടച്ചതമ്പുരാന് ഇത് മുഴുവനും തന്നെ അല്ലാഹുവാണെന്ന് പൂർണ്ണമായ ഒരു ഓർമ്മപ്പെടുത്തൽ പോലുമില്ലാതെ തീർത്തും ഒരു നന്ദി കെട്ടവനായി അല്ലാഹുവിന്റെ അലംഘനീയമായ അനുഗ്രഹമായ ഭൂമിയുടെ മണ്ണിലൂടെ അവൻ നടന്നു നീങ്ങിയപ്പോ ബുദ്ധിമാന്മാർ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ ചിന്തിക്കുക, നിന്റെ ആഹ്ലാദം ശരിയല്ല. ഇതുപോലെ ഒരുപാട് ആഹ്ലാദിച്ചവർ, ഇതുപോലെ ഒരുപാട് തുള്ളിച്ചാടിയവർ, ഇതുപോലെ ഒരുപാട് ഉല്ലാസം നടത്തിയിരുന്നവർ, അവരൊക്കെ അല്ലാഹു തറപറ്റിച്ച ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ ഒരുപാട് സന്തോഷിക്കരുതെന്ന് ബുദ്ധിയുള്ളവർ പറയുമ്പോ പാവപ്പെട്ടവർ, സാധുക്കൾ, ബലഹീനർ അവർ പറയുന്നില്ല, അവന് കൊടുത്തതുപോലെ ഞങ്ങൾക്കും നീ തന്നിരുന്നെങ്കിലല്ല. അവന് എത്രയോ വലിയ കൊട്ടാരമുണ്ട്, എത്രയോ വലിയ സുഖമുണ്ട്, എത്രയോ വലിയ സന്തോഷമുണ്ട്, അത് കൊടുത്തതുപോലെ ഞങ്ങൾക്കും തന്നിരുന്നെങ്കിലല്ല എന്ന് അറിയാതെ സാധുക്കൾ ചോദിക്കുമായിരുന്നു. പക്ഷേ അവസാനം അല്ലാഹു എന്താ ചെയ്തത്? നന്ദി കെട്ടവനായി ജീവിച്ചപ്പോ, നന്ദിയില്ലാത്തവനായി ജീവിച്ചപ്പോ റബ്ബുൽ ആലമീനായ പടച്ചതമ്പുരാൻ അവസാനം അവരെ ചെയ്തതെന്താ? വഖസഫ്നാ ബിഹി വബിദാരിഹിൽ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യൻ നന്ദികേടിന്റെ വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരാണ് തനിക്ക് അനുഗ്രഹങ്ങൾ തന്നതെന്നതിനെ മനഃപൂർവ്വം വിസ്മരിക്കാൻ ശ്രമിച്ചപ്പോൾ അവനുണ്ടാക്കി വെച്ച സുഖലോലുകളുടെ കൊട്ടാരത്തിന്റെ ഉദ്ഘാടനത്തിനെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചതമ്പുരാൻ അവന് നന്ദികേടിന്റെ ശിക്ഷ കൊടുക്കുകയാണ്. ആ ശിക്ഷ എന്തെന്ന് സൂറത്തുൽ ഖസസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വഖസഫ്നാ ബിഹി വബിദാരിഹിൽ അവനെയും അവന്റെ കൊട്ടാരത്തെയും ഈ ഭൂമിയുടെ വായ തുറന്നിട്ട് അതിന്റെ അകത്തേക്ക് അല്ലാഹു എടുത്തു വെച്ചു കൊടുക്കുന്ന ഖുർആൻ പറയുകയാണ്. അവനെയും അവന്റെ കൊട്ടാരത്തെയും ഭൂമിക്കടിയിലേക്ക് അല്ലാഹു താഴ്ത്തിക്കൊണ്ടുപോയി. എന്തിനാണിത് നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? അല്ലാഹു തന്നതിനെ മുഴുവനും കൈനീട്ടി വാങ്ങി വെച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലയിലെ സഹോദരങ്ങളെ, അല്ലാഹു തന്ന കൊട്ടാരം, അല്ലാഹു തന്ന മക്കൾ, അല്ലാഹു തന്ന ആരോഗ്യം, അല്ലാഹു തന്ന സമ്പത്ത്, അല്ലാഹു തന്ന സുഖം മുഴുവനും എന്റെ കൈയും നീട്ടി വാങ്ങിവെച്ച് സുഖിച്ച് രസിച്ച് ഉല്ലസിച്ച് ഉത്സാഹത്തിമിർപ്പിലാറാടി ആനന്ദിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖാറൂൻ എന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട മനുഷ്യന് അല്ലാഹു കൊടുത്ത പണിഷ്മെന്റ് പോലെ നന്ദി കെട്ടവരായി നിങ്ങൾ ജീവിച്ചു പോയാൽ നിങ്ങൾക്കും അല്ലാഹു സങ്കടത്തിന്റെ വഴി തരുമെന്ന് ഈ ചരിത്രത്തിലൂടെ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുക. കാരണമെന്താ? ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. അല്ലാഹുവിന്റെ അദാബിന്റെ പിടി വന്നു പോയാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. ചിലപ്പോൾ ക്യാൻസറിന്റെ രൂപത്തിലാകാം, ചിലപ്പോൾ ഭൂകമ്പത്തിന്റെ രൂപത്തിലാകാം, ചിലപ്പോൾ ഭൂമികുലുക്കത്തിന്റെ രൂപത്തിലാകാം, ചിലപ്പോൾ മാരക രോഗത്തിന്റെ അണുക്കളുടെ പ്രവേശനത്തിന്റെ രൂപത്തിലാകാം, ചിലപ്പോൾ ബിസിനസിന്റെ നഷ്ടം വന്നു പോലെ ബിസിനസിന്റെ പരിപാടിയിലൂടെയാകാം. അങ്ങനെ തുടങ്ങിയിട്ട് പരാജയത്തിന്റെ കൈപ്പിടിയിൽ അല്ലാഹുവിന്റെ അദാബുകളായി ഒന്നൊന്നായി നിന്നെ പിന്തുടരുന്ന ഒരവസ്ഥ നന്ദി കെട്ടവനാണെങ്കിൽ നിനക്ക് വരുമെന്ന് ഈ ചരിത്രത്തിലൂടെ പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു മനുഷ്യരെ പടച്ചത് മാത്രമല്ല അനുഗ്രഹം, മനുഷ്യന്റെ ശരീരത്തിന് കണ്ണും കാതും കൽബും അവയവങ്ങളുമായി ആരോഗ്യവും സൗന്ദര്യവുമായി തന്നത് മാത്രമല്ല അനുഗ്രഹം. പിന്നെയോ അല്ലാഹു നിങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി ചെയ്ത അനുഗ്രഹത്തെ അല്ലാഹു ഖുർആനിലൂടെ എണ്ണി എണ്ണി പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹത്തെ നമ്മുടെ ഈ കോളേജിന്റെ പള്ളിക്കകത്തിരിക്കുന്ന ഖുർആനിലൂടെ അല്ലാഹു തന്നെ ഓരോന്നോരോന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദ്യമായി പ്രപഞ്ചത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ സൗകര്യത്തിനും സംവിധാനത്തിനും യോജിക്കുന്ന രീതിയിൽ അല്ലാഹു നമുക്ക് ഒരുക്കി കീഴ്പ്പെടുത്തുന്ന ആകാശഭൂമികൾ ഈ പ്രപഞ്ചമുണ്ടല്ലോ, അതല്ലാഹു നമുക്ക് തന്ന വലിയ ഒരു അനുഗ്രഹമാണ്, മറക്കരുത്. അല്ലാഹു തന്നെ പറയുന്നു, അല്ലാഹു
ആകാശഭൂമികളെ പടച്ചത് അല്ലാഹുവാണ്. അല്ലാഹു തന്നെ പറയുകയാണ്. എന്തിനാണ് അല്ലാഹുവാണ് തുറന്നു പറയുന്നതെന്നറിയുമോ? കാലഘട്ടം ഒരുപാട് കഴിഞ്ഞു പോകുമ്പോ 18 വയസ്സ് മുതൽ ചിന്തകന്മാര് വളർന്നു വരുമ്പോ വീട്ടിനകത്തിരിക്കുന്ന ലാപ്ടോപ്പിലൂടെ ആകാശത്തിന്റെ അത്ഭുതങ്ങളെ കൗതുകത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നോക്കിക്കൊണ്ടിരുന്നുകൊണ്ട് പരസ്യമായി പടച്ചതമ്പുരാനെ വിമർശിക്കാൻ രംഗത്ത് വരുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ആകാശഭൂമികളെ പടച്ചത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്, അല്ലാഹുവാണ്. വേറൊന്നും നിങ്ങൾ പരതണ്ട. ഒരു ശാസ്ത്രീയ ലോകം കണ്ടുപിടിച്ചതല്ല, അവര് നിർമ്മിച്ചതല്ല. ഖുർആനിന്റെ സൂറത്തിൽ മുൻകു ചോദിക്കുകയാണ്, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാബാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, തട്ടുകളായി 7 തട്ടുകളായി അല്ലാഹു ആകാശത്തെ പടച്ചിരിക്കുന്നു. അല്ല പറയുകയാണ്, ഞാനാണ് ആകാശത്തെ പടച്ചത്. പുരോഗമനത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ ഉന്നതിയിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യവർഗമേ, ഞാൻ പടച്ച ആകാശത്തിൽ വല്ല അപാകതയുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ഞാൻ പടച്ച ആകാശത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടോ? ആരും കൈകടക്കാതെ, ആരും അറ്റകുറ്റപ്പണികൾ തീർക്കാതെ, ആരും പരിശോധിക്കാതെ ലോകമുണ്ടായതിന്റെ അന്ന് മുതൽ ആകാശത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരോട് പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തന്നെ പറയുന്നത്, അൻസല മിനസ്സമാഇ മാ, ആകാശത്തിൽ നിന്ന് വെള്ളത്തെ കൊണ്ടുവരുന്നത് അല്ലാഹുവാണ്. എത്ര മിനറൽ വാട്ടർ ഉണ്ടെങ്കിലും ആകാശത്തിൽ നിന്ന് മഴ പെയ്യാതെ തലശ്ശേരിയും കണ്ണൂരും വേനലിന്റെ പൊലിവയിലൊക്കെ പുളകി മറിഞ്ഞപ്പോൾ അല്ലാഹുവേ, മലപ്പുറം ജില്ലയിൽ ഒരു മയ്യത്തിനെ കുളിപ്പിച്ചത് 150 മിനറൽ വാട്ടർ കൊണ്ടുവന്നിട്ട് ആ മഴയില്ലാത്തത് കൊണ്ട് കടയിൽ നിന്ന് 150 കുപ്പി മിനറൽ വാട്ടർ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു പ്രിയപ്പെട്ട ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിച്ചു. ആ ഉമ്മാന്റെ മയ്യത്തിന്റെ മുമ്പ് ദുആ ചെയ്യാൻ പറഞ്ഞ മഹല്ല് ഖത്തീബിനോട് ഉമ്മയുടെ പൊന്നുമോ പറഞ്ഞതാണ്, ഉസ്താദേ, എന്റെ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ സദസ്സിൽ ഉസ്താദ് ദ്വാരക്കേണ്ടത് മഴ പെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര പുരോഗതിയിലെത്തിയാലും, എത്ര നേട്ടം കൈവരിച്ചാലും, എത്ര കോടിപതിയായി പറന്നുയർന്നു പോയാലും അല്ലാഹു പറയുന്നത്, അൻസല മിനസ്സമാഇ മാ, ആകാശലോകത്തിൽ നിന്ന് മഴ കൊണ്ടുവരുന്നത് അല്ലാഹുവാണ്. മനുഷ്യനത് കൃത്രിമമായി നിർവഹിക്കാൻ കഴിയില്ല. എന്നിട്ടോ വീണ്ടും അല്ലാഹു പറയുന്നു, ആ മഴത്തുള്ളി വന്ന് വീഴുമ്പോഴുണ്ടാകുന്ന മാധുര്യത്തിന്റെ പേരിൽ ഭൂമി അങ്ങോട്ട് ഗർഭവതിയായി സസ്യലതാദികൾ മുളച്ചു വരുന്നത് അല്ലാഹു പറയുന്നു, ഞാനാണതിന്റെ പിന്നിൽ. എന്നിട്ട് അല്ലാഹു പറയുന്നത്, സഖറലകുമുൽ ഫുൽക തജ്രീ, ആർത്തിരമ്പി വരുന്ന തിരമാലകളെ കീറി കുറിച്ചുകൊണ്ട് കടലിനക്കര മണലാരണ്യത്തിൽ പോയി പണിയെടുക്കാൻ വേണ്ടി കിട്ടിയ സമുദായത്തെ പഠിപ്പിച്ചതാരാ? അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ഇന്ന് അന്തരീക്ഷത്തിലൂടെ ഒരു പറവയെ പോലെ പറന്നുകൊണ്ട് ഫ്ലൈറ്റിനകത്ത് കണ്ണുപിടിച്ച് പെണ്ണുപിടിച്ച് സുഖലോലുപരായി ഗൾഫ് രാജ്യത്ത് കടന്നു പോകുന്ന സുന്ദരന്മാര് വിലസുമ്പോ അല്ലാഹു പറയുന്നു, നന്ദി കെട്ടവരെ, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി ആ തിരമാലകളെ കീറി മുറിച്ചു പോകുന്ന ഒരു കപ്പലിനെ ഒരു മനുഷ്യകരത്തിന്റെ ഉള്ളിൽ കീഴ്പ്പെടുത്തുന്നത് അല്ലാഹുവാണ്. തീർന്നില്ല, രാത്രിയെയും പകലിനെയും തന്നതാരാ? രാത്രിയാണ്, പകലാണ്. അല്ലാഹുവേ, വിശ്രമത്തിന് വേണ്ടി രാത്രി, ജോലിക്ക് വേണ്ടി പകല്, ഒളിയും മറയുമായി രാവും പകലും മാറി മാറി വരുമ്പോ അതൊരു അനുഗ്രഹം തന്നെയാണ്. അല്ലാഹു ചോദിക്കുന്ന നബിയേ, നിങ്ങളുടെ മുമ്പിൽ
ഇബാദത്തിലൂടെ നന്ദി കെട്ടവരായി നടക്കുന്നവരോട്, ഇന്ന് വേണ്ടെന്ന് പറയുന്നവരോട്, ഇബാദത്തിനോട് താല്പര്യമില്ലാത്തവരോട്, ഖുർആൻ ഓതലിനോട് ഇഷ്ടമില്ലാത്തവരോട് നബിയേ നിങ്ങൾ ചോദിക്കുക, അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈകുമുൽ ലൈല സർമദ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ രാത്രി മാത്രം ഞാൻ നിങ്ങൾക്ക് ആക്കി തന്നാൽ ആരാണ് നിങ്ങൾക്ക് പകൽ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കും നബിയേ. ഖിയാമത്ത് നാൾ വരെ രാത്രി മാത്രം, പകലില്ല. നമ്മളിപ്പോ ഇങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ലോകത്ത് ഉണ്ടാവില്ലല്ലോ ഉസ്താദേ, അതുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാവൂല, അതുകൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കാത്തത്. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എന്തെന്ന് നിങ്ങൾ ചിന്തിക്കണം. വിശ്വാസികൾ ചിന്തയുള്ളവരാണ്. അഫലാ തതദബ്ബറൂൻ അഫലാ തഅഖിലൂൻ. അല്ലാഹു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചുകൂടെ, ഗുണപാഠം ചിന്തിച്ചുകൂടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഫുൾ ടൈം രാത്രി പകലില്ല എന്ന് വന്നാൽ ആരെവിടെ പോകും? ഏത് ദൈവത്തിന്റെ മുന്നിൽ മനുഷ്യനോടും, ഏത് മനുഷ്യ ദൈവത്തിന്റെ മുമ്പ് പോയി ഈ പ്രിയപ്പെട്ട മനുഷ്യർ കൈകൂപ്പി നിൽക്കും? ആരോട് പോയി പരാതി പറയും? അള്ളാഹ് ചോദിക്കുന്നു, നബിയേ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഓടുന്നവരോട് നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം അള്ളാന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്. ഇത് ലോകത്ത് അല്ലാഹു ചെയ്ത നമുക്ക് വേണ്ടി ചെയ്ത അനുഗ്രഹങ്ങൾ. ആകാശം, ഭൂമി, സമുദ്രം, ഫ്ലൈറ്റ്, ട്രെയിൻ, അതുപോലെ നമ്മുടെ വാഹനങ്ങള്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തന്ന രാത്രിയും പകലും സമയവും മുഴുവനും അല്ലാഹുവാണ് നമുക്ക് തന്നത്. അതിൽ ഒരു മനുഷ്യന്റെ കൈകടത്തലില്ല, മനുഷ്യ ദൈവങ്ങളുടെ കൈകടത്തലില്ല. അത് അല്ലാഹുവാണ് തന്നത്. ഇത് ഖുർആനിലൂടെ അല്ലാഹു എണ്ണി എണ്ണി പറയുന്നത് എന്തിനാണെന്നറിയോ? ഇതൊക്കെ ഞാൻ ചെയ്തതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എനിക്ക് നന്ദി ചെയ്ത് ജീവിക്കണം. നിങ്ങൾ നന്ദി കാണിച്ച് ജീവിച്ചത് കൊണ്ട് അള്ളാഹുവിന് വലിയ ലാഭമൊന്നുമില്ല. മറിച്ച് നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ അള്ളാഹുവിന്റെ കോപവും ശിക്ഷയും നിങ്ങൾക്ക് ഉണ്ടാകും. ആ ഒരു മുന്നറിയിപ്പാണ് അള്ളാഹു നിങ്ങൾക്ക് തരുന്നത്. മമരുഭൂമിയും മരതകാടും തീർത്ഥവനെയും തമ്പുരാനി മലരിൽ മലരിൽ മണവും മധുവും തീർത്ഥവനെ ആകാശഭൂമികളുടെ സർവ്വതും ഭംഗിയുള്ളതും ഇല്ലാത്തതും എല്ലാം അള്ളാഹുവാണ് ഈ ലോകത്ത് പടച്ചത്. എന്നിട്ട് അവനെ മൈൻഡ് ചെയ്യാതെ, അവൻ പറഞ്ഞത് കേൾക്കാതെ ധിക്കാരത്തോടുകൂടി നടന്നു പോകുന്ന മനുഷ്യനെ കാണുമ്പോൾ അള്ളാഹുവിന് ദേഷ്യം വരുവോ ഇല്ലയോ? നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ഇത്രയും എല്ലാ വിഭവങ്ങളും അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചു പോകുന്നവരെ കാണുമ്പോൾ അള്ളാഹ്ക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പേമാരി തിമിർത്തു പെയ്യുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ മഴയത്തിടുന്ന നിസ്കാരത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദിക്ർ ചൊല്ലാൻ പഠിപ്പിച്ചത് സ്വഹീഹ് ഹദീസിൽ കാണാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നാണ്. കൂടുതലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണം. നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ടാണ് അള്ളാഹു മഴ നിർത്തി വെച്ചത്. നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ടാണ് അള്ളാഹു മാരക രോഗങ്ങളെ ഒരു ഘോഷയാത്ര പോലെ നമുക്കിടയിലേക്ക് പറഞ്ഞുവിടുന്നത്. അതുകൊണ്ടാണ് നന്ദികേട് അള്ളാഹുവിനെ ഞങ്ങൾക്ക് മായ്ച്ചു കളഞ്ഞിട്ട് ഞങ്ങളെ നല്ലവരാക്കണേ എന്നുള്ള ഒരു നിറഞ്ഞ മനസ്സിന്റെ പ്രാർത്ഥനയാണ്. അത് പ്രപഞ്ചത്തിലാകട്ടെ മനുഷ്യരാകുന്ന നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹമോ, നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹമോ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം. ഇപ്പൊ ചില ഹോസ്പിറ്റലിലൊക്കെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ, ഒരു കൈയില്ലാത്തത്, അല്ലെങ്കിൽ 3 കാലുള്ളത്, ബുദ്ധിയില്ലാത്തത്, സ്കാൻ ചെയ്ത് നോക്കുമ്പോ അവിടെ എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, കുടല് മറിഞ്ഞു കിടക്കാണ്, ആകെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. കുഞ്ഞ് പ്രസവിച്ചു കഴിയുമ്പോൾ മലദ്വാരമില്ലാത്ത കുഞ്ഞുങ്ങൾ, കുഞ്ഞു പ്രായത്തിൽ തന്നെ 2, 3, 4 ഓപ്പറേഷൻ നടത്തേണ്ടി വരുന്ന കുഞ്ഞുമക്കൾ, സഹിക്കാൻ പറ്റൂ? ഇതിനടുത്തല്ലേ മിസ്രിയ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ഞിനെ ഓർമ്മകൾ മായാതെ ഞാനും നിങ്ങളും കൊണ്ടുവന്ന് ഖബറടക്കിയത്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ കാണുമ്പോ ഞാനും നിങ്ങളും നമ്മുടെ മക്കളെ ഓർക്കണം, നമ്മുടെ സ്വന്തം ശരീരത്തെ ഓർക്കണം. അല്ലാഹ്, നീ ഞങ്ങൾ ചോദിക്കാതെ ചെയ്ത അനുഗ്രഹം എത്ര വലുതാണ്. നമുക്ക് ഈ കണ്ണ് കിട്ടിയത് വാപ്പയുടെ കഴിവല്ല, നമുക്ക് ഈ ആരോഗ്യം കിട്ടിയ നമ്മുടെ ഉമ്മാടെ പവറല്ല, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്. കുഞ്ഞായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രസവിച്ചിടുമ്പോ ആ കുഞ്ഞിന്റെ ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, പഞ്ഞി പോലെയാണ് ഇരിക്കുക ശരീരം മുഴുവൻ. അതിന് ഘട്ടം ഘട്ടമായി ആവശ്യമുള്ളത് എന്താണോ അതാണ് അല്ലാഹു കൊടുക്കുക. ആ സമയത്ത് പല്ലും താടിയും മീശക്കാട്ടാണ് പിറന്നു വീഴുന്നതെങ്കിൽ ആ കുഞ്ഞിനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവൂല. ആ കുഞ്ഞിനോട് ഉമ്മാക്കുന്നുണ്ടാവൂല, ഒരു വല്ലാത്ത സ്നേഹവും അടുപ്പവും ഒന്നും ഉണ്ടാവൂല. ഇതെന്താ സംഭവം കൊടുക്കുന്ന എന്താ? അല്ലല്ല, ഈ നോട്ടീസ് എന്താന്ന് അറിയാൻ വയ്യ. ഇവിടെ തന്നെ അഡ്മിഷൻ
ഇപ്പൊ തന്നെ കൊടുത്ത കാര്യമായി. കാരണം വിഷയം അങ്ങ് പറഞ്ഞ പോലെ അഡ്മിഷന്റെ കാര്യത്തിൽ റാഹത്തായിട്ട് കിടക്കണേ. മൂന്നാമത്തെ നില കെട്ടണമെങ്കിൽ മര്യാദയ്ക്ക് കിടക്കണം പോയി ഇരിക്കണല്ലേ, അല്ലെങ്കിൽ നടക്കൂല. അഡ്മിഷനൊക്കെ ഇന്ന് കോളേജിൽ ഇഷ്ടം പോലെ അഡ്മിഷൻ ഉണ്ട്. പൈസ ആണ് ഇല്ലാത്തത്. കുട്ടികൾ ക്യൂ ആണ്. 100, 200, 300 കുട്ടികൾ എല്ലാ സ്ഥാപനത്തിലും ക്യൂ ആണ്. അഡ്മിഷൻ തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോ നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ ഒന്ന് ഉഷാറാക്കണം. അതിന് നിറഞ്ഞ മനസ്സിൽ നിങ്ങൾ സഹകരിച്ചെങ്കിലും മതിയാവുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതൊക്കെ നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങളാണ്. അഭിമാനത്തോടുകൂടി പറയാലോ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സ്ഥാപനത്തിന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനമാണെന്ന് പറയാം. നമുക്ക് എഴുതി തരണ്ട, ഒന്നിലും നമുക്ക് പങ്കുണ്ടാവണ്ട. നമുക്ക് അഭിമാനത്തോടെ പറയാം ഞങ്ങളുടെ സ്ഥാപനമാണ്. നമ്മുടെ ഒരു തുള്ളി വിയർപ്പോ നമ്മുടെ ഒരു സമയമോ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അതിന്റെ ബറക്കത്തും പുണ്യവും വളരെ വലുതാണ്. അത് അള്ളാഹു നമുക്ക് തരും, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. അള്ളാഹു ആ പുറകിൽ നിൽക്കുന്നവര്, പിന്നെ അകത്തെ സ്ഥലമുണ്ട്, കുറച്ച് കസേരകൾ ഒഴിവുണ്ട്. നമുക്ക് വളരെ നേരത്തെ നിർത്തേണ്ടതാണ്. ഒരുപാട് പാതിരാ സമയം വരെ നീണ്ടുപോകുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതബോടുകൂടിയാണ്, അല്ലെങ്കിൽ ഈ മജ്ലിസിന്റെയും ഈ സദസ്സിന്റെയും പുണ്യം ഒരു അതബോടുകൂടിയാണ് കാണുന്നതെങ്കിൽ മാത്രം കടന്നിരിക്കാം. അല്ലാതെ ചിലപ്പോൾ നൗഷാദ് ബാക്കവി ഇഷ്ടപ്പെടാത്തവരായിരിക്കാം, ചിലപ്പോൾ അയാളെ വാദം അങ്ങനെ പോയിരുന്നു. അത് അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു ഇതിൽ ഞാൻ നിങ്ങളോട് അങ്ങനെ പറയില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വന്നിരുന്നാൽ അതിന്റെ പുണ്യവും പ്രതിഫലവും കിട്ടും, അത് ഉറപ്പാണ്. കാരണം നമ്മളൊക്കെ മരണപ്പെട്ട് ഖബറിൽ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ ഈ വാദിന്റെ മജ്ലിസിന്റെ ഒക്കെ ഈ സദസ്സിന്റെ ഇരുന്നതിന്റെ പുണ്യമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴായിരിക്കും. അല്ലാഹു തആല നമുക്ക് വിനയം തരട്ടെ, നമ്മുടെ മനസ്സിൽ അല്ലാഹു വിശാലത തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്മയും തഖ്വയും തരട്ടെ. താഴ്മയും തഖ്വയും വിനയവും ഇല്ലാത്ത ഏത് വലിയ കെട്ടുകാരനാണെങ്കിലും അള്ളാന്റെ മുമ്പ് കെട്ടിയിടും, ഉറപ്പാണ്. നല്ല വിനയം വേണം, നല്ല താഴ്മ വേണം, നല്ല അനുസരണ വേണം, നല്ല തഖ്വ വേണം. ഇല്ലെങ്കിൽ ഇതൊക്കെ പോവും. നിസ്സാരമായപ്പോ 2-3 ദിവസമായുള്ള കോഴിക്കോട് ഷബീർ ഷാ എന്ന് പറയുന്ന ഒരു മകൻ മരണപ്പെട്ടു. 13 വയസ്സായിട്ട് നമ്മൾ ചിന്തിക്കണം. പൈസ ഇല്ലാത്തത് കൊണ്ടാണോ, ബന്ധങ്ങളില്ലാത്തത് കൊണ്ടാണോ, ദുആ ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടാണോ? 13 വയസ്സ്. 1.5 വർഷം കൊണ്ട് തിരുവനന്തപുരം RCCയുടെ ചികിത്സയിൽ. ഇനി ഇവിടെ ചികിത്സയില്ല, നിങ്ങളുടെ മകൻ എപ്പോഴും മരിക്കുന്നെങ്കിൽ വീട്ടിൽ മരിക്കട്ടെ, അതല്ലേ ഉമ്മ നിങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞു ഉമ്മാന്റെ കൂടെ മോനെ പറഞ്ഞു വിട്ടപ്പോ ആ പൊന്നുമോൻ നമ്പർ തപ്പിപ്പിടിച്ച് മെസ്സേജ് അയച്ചു, ഉസ്താദേ ദുആരക്കണം എന്നൊക്കെ പറഞ്ഞു. വളരെ സങ്കടത്തിൽ ദുആരക്കണം, മജ്ലിസിലൊക്കെ ഏത് ദിവസവും എപ്പോഴും ഞാൻ മരിക്കാം, എനിക്ക് എന്റെ ഉമ്മാന്റെ മടിയിൽ കിടന്ന് നല്ല റാഹത്തായിട്ട് മരിക്കണം, ഉമ്മാടെ വിഷമം ഉസ്താദ് മാറ്റാൻ വേണ്ടി ദുആരക്കണം എന്നൊക്കെ പറഞ്ഞു. 3 ദിവസം മുമ്പ് രാത്രിയിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ, ഇവിടെ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുന്ന ഷാഫി എന്ന സഹോദരന്റെ മൊബൈൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഉസ്താദിനോട് പറയണം എനിക്ക് കാണാൻ അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇന്നെനിക്ക് ശരീരത്ത് വല്ലാത്ത വേദനയാണ്, സഹിക്കാൻ കഴിയുന്നില്ല. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ആ പൊന്നുമോ മരണപ്പെട്ടു. 13 വർഷം ഈ ലോകത്ത് ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തില്ല. നമ്മൾ അതിനേക്കാൾ എത്രയോ ഭാഗ്യം കിട്ടിയവരാണ് ഈ ദുനിയാവിൽ. നമ്മൾ പറഞ്ഞതിനേക്കാൾ എത്രയോ സുബ്ഹാനല്ലാഹ് 13 വയസ്സിനിടയ്ക്ക് ആ പൊന്നുമോൻ രോഗത്തിന്റെ വേദന കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആരും അത്രയും പറഞ്ഞില്ല. അവന്റെ ഉമ്മ ചിലപ്പോ മോന് വേണ്ടി സ്വതക്ക ചെയ്തത് ഞാനും നിങ്ങളും ഈ ആരോഗ്യത്തിലും ഈ സമ്പന്നതയിലും ചെയ്തതിന്റെ എത്രയോ ഇരട്ടിയായി അവന്റെ പ്രിയപ്പെട്ട ഉമ്മ സ്വതക്ക ചെയ്തത്. നമുക്ക് പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് നമുക്ക് അല്ലാഹു വളരെ സിമ്പിളാണ്. പള്ളിയും ദീനും എന്നൊക്കെ പറഞ്ഞാൽ വെറും നിസ്സാരമാണ്. പ്രശ്നങ്ങൾ വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ പള്ളി, വഅദ്, പ്രാർത്ഥന, മജ്ലിസ് ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത് അപ്പോഴാണ്. ഈ മജ്ലിസിലൊക്കെ ഇരിക്കുമ്പോ നമ്മുടെ വലത്തും ഇടത്തും സാധാരണ നന്മതിന്മ എഴുതുന്ന റക്കീബ് അത്തിയതിനോടൊപ്പം ഓരോ മനുഷ്യന്റെ കൂടെയും 10 മലക്കുകൾ കൂടെ ഉണ്ടാവും ഇൽമിന്റെ മജ്ലിസിൽ. ആ പുണ്യമൊക്കെ വെറുതെ ഒന്നും കിട്ടൂല. നല്ല ഖൽബ്, നല്ല നിയ്യത്തോടെ ഇരിക്കണം. അല്ലാഹു ഈ സദസ്സ് അങ്ങനെയുള്ള നന്ദിയുള്ളവരുടെ ഒരു സദസ്സാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, ഹല്ലത്താ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. നിങ്ങളെ ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളൊന്നുമായിരുന്നില്ല ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുവോ എന്ന് അല്ലാഹു വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാ. കുഞ്ഞായി പിറന്നു വീടുമ്പോൾ ഉമ്മയുടെ മാറിടമാണ് നമ്മുടെ സർവഭക്ഷണവും, ഉമ്മയുടെ പാലാണ് നമ്മുടെ സർവഭക്ഷണവും. അതെവിടുന്നാണ് അല്ലാഹു ഒരുക്കിയത്? ഒരു മരുന്നിനും കഴിയൂല.
ചില പച്ചക്കറികളൊക്കെ സഹോദരിമാർക്ക് കുഞ്ഞിന് കൊടുക്കുന്ന പാല് കൂടാൻ നല്ലതാണ്, പാലിന് കട്ടി കൂടാൻ നല്ലതാണെന്നൊക്കെ പറയും. അത് പച്ചക്കറികൾ നമ്മൾ നിർമ്മിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ രൂപ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അതിലൊക്കെ കൂടാം. പക്ഷെ അത് ഈ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ അത് എവിടെ നിന്ന് അള്ളാഹു കൊണ്ടുവരുന്നു? എന്തിനാണ് അള്ളാഹു അത് കൊണ്ടുവന്നത്? ഈ കുഞ്ഞിനത് ആവശ്യമാണ്. അതുകൊണ്ടാണ് വലുതാകുമ്പോഴൊക്കെ ചില ആളുകൾ അടിയും പ്രശ്നമൊക്കെ ഉണ്ടാവാൻ പറയാ, ഉമ്മാടെ മുലപ്പാല് കുടിച്ചവനാണെങ്കിൽ ഇറങ്ങി വാടാന്ന് പറഞ്ഞാൽ മുലപ്പാല് കുടിക്കുമ്പോൾ ഒരു കരുത്തും ഒരു കഴിവും ആ കുഞ്ഞിനുണ്ടാവും. മലയാളക്കരയിൽ അറിയപ്പെട്ട ഒരു സിനിമാ നടനാണ് എന്റെ നാട്ടുകാരനായ പ്രേം നസീർ എന്നറിയപ്പെടുന്ന സിനിമാ നടൻ. മേക്കപ്പ് ഇല്ലാത്ത സുന്ദരനായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പറയാ. ലോക സിനിമകൾ മുഴുവനും അയാൾ അംഗീകരിച്ചിട്ടുണ്ട്. എന്റെ നാട്ടുകാരനായതുകൊണ്ട് മധു പറയുന്നില്ല, നാളെ ഇനിയിപ്പോ വാട്സപ്പിൽ ക്ലിപ്പ് വരും, അതുകൊണ്ട് ആമുഖമായിട്ട് പറഞ്ഞത് എനിക്കറിയാം. സലമി ഇത് ഏതാണെന്ന് നല്ല ബോധമുള്ളത് കൊണ്ട് തന്നെ പറയാം. അപ്പോ ആ സിനിമാ നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗന്ദര്യം വരുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തെ കുറിച്ചൊരു ലേഖനം വായിക്കാനിടെ എന്റെ ഒരു പ്രിയപ്പെട്ട ഉസ്താദ് ആലുവ മൊയ്തി ഉസ്താദ് എന്ന് പറയപ്പെടുന്ന സംസ്ഥയുടെ മുഷാവറ മെമ്പറായ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞതാണ്. ആ ലേഖനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, പ്രേം നസീറിന്റെ ഇത്ര സൗന്ദര്യം വരുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? ചെറിയ പ്രായത്തിൽ അയാൾക്കൊരു വലിയ രോഗം വന്നു. അന്ന് നാട്ടു ചികിത്സയാണ്, വൈദ്യൻ വലിയ വലിയ ഹോസ്പിറ്റലും കിംസും നിംസും ഒന്നും ഒന്നില്ല, ഐസിയു ഒന്നും ഇല്ലല്ലോ. ഈ അസുഖം വന്നപ്പോ വൈദ്യന്റെ മുമ്പിൽ കൊണ്ടുപോയപ്പോ വൈദ്യ ചികിത്സയുടെ ഏറ്റവും വലിയ കഴിവുള്ള ആള് പറഞ്ഞത് 2 ഇടങ്ങഴി സ്ത്രീകളുടെ മുലപ്പാല് കൊടുക്കണമെന്നാണ്. 2 ഇടങ്ങഴി പാലെന്ന് പറഞ്ഞാൽ എന്റെ ഒരു കണക്ക് വെച്ചിട്ട് 4 ലിറ്റർ ഉണ്ടാവണം, 4 ലിറ്റർ പാലുണ്ടാവണം. മുലപ്പാല് തന്നെ കൊടുക്കണം. സ്ത്രീകളുടെ പ്രസവിച്ച സ്ത്രീകളുടെ 2 ഇടങ്ങഴി പാല് കൊടുക്കണം ഈ അസുഖം മാറണമെങ്കിൽ എന്ന് വൈദ്യൻ പറഞ്ഞു. അത്ര അങ്ങനെ 2 മാസം കൊണ്ട് 2 ഇടങ്ങഴി പാല് ആ സിനിമാ നടന് കൊടുത്തപ്പോൾ അയാളുടെ ഉമ്മ ഈ ലേഖകനോട് പറഞ്ഞു അത്രേ, എന്റെ പൊന്നുമോനെ ഞാൻ അതിനുശേഷം കണ്ടത് ഏറ്റവും വലിയ സുന്ദരനായിട്ടാണ്, ആ സൗന്ദര്യം മരണം വരെയും എന്റെ പൊന്നുമോനുണ്ടായിരുന്നു എന്നാണ്. മുലപ്പാല് കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഗ്ലാമർ ഉണ്ടാവും, ആരോഗ്യമുണ്ടാവും, സർവ്വതും ഉണ്ടാവും. പക്ഷേ നമ്മുടെ സഹോദരിമാർക്ക് അതിന് സമയമില്ല. പൊന്നുമോളെ, നിന്റെ സൗന്ദര്യം കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് മക്കളുടെ മുന്നിൽ മുഖം തിരിക്കുന്ന ആധുനിക ഫാഷൻ യുഗത്തിലെ പെണ്ണെ, അല്ലാഹു നിനക്ക് തന്നതൊരു വലിയ അനുഗ്രഹമാണ്, നീ ചിന്തിക്കുന്നില്ല. പിന്നെയോ പാല് കൂടി നിൽക്കുന്ന സമയമാകുമ്പോ ആ കുഞ്ഞിന്റെ വാക്യകത്ത് പല്ലുകൊണ്ട് വരുന്നതാരാ? നിങ്ങളുടെ നേതാവാണോ, ഉമ്മച്ചിയാണോ, വാപ്പച്ചിയാണോ? അല്ല, അത് കൊണ്ടുവരുന്നത് അല്ലാഹുവാണ്. നടക്കാൻ സമയത്ത് കാൽപാദത്തിന്റെ തൊലികൾക്ക് കട്ടി കൊടുക്കുന്നതാരാ? മുട്ടിലടിയുന്ന സമയത്ത് മുട്ടിന്റെ തൊലിക്ക് ശക്തി കൊടുക്കുന്നതാരാ? അല്ലാഹുവേ, അങ്ങനെ നടന്ന മോടിയും ചാടിയും ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ അവയവങ്ങളെ കൊടുക്കുന്നതാരാ? അത് മുഴുവനും അല്ലാഹുവാണ്. അങ്ങനെ 100 കണക്കിന് ആപൽക്കത്തമായ ഘടകത്തിൽ നിന്നെല്ലാം നിന്നെ വളർത്തിക്കൊണ്ടുവന്ന് പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവന്ന മനുഷ്യ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നമസ്കരിക്കാൻ സമയമില്ലാന്ന് പറഞ്ഞ് പുറംകാലുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കുന്ന നിന്നോട് അല്ലാഹുവിനെ വെറുപ്പ് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിനക്ക് നാശവും നഷ്ടവും അപകടവും ദുഃഖവും ദുരന്തവും ദുരിതവും സങ്കടവും നിനക്ക് തന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് എങ്ങനെയാണ് നിന്നോട് ദേഷ്യം വരാതിരിക്കുക? ഒരു ഉദാഹരണം പറയട്ടെ. നമ്മൾ വളർത്തുന്ന പ്രിയപ്പെട്ട മക്കൾ നമ്മളോട് നന്ദികേട് കാണിച്ച അവരോട് ദേഷ്യം വരില്ലേ ഉമ്മ? അവരോട് ദേഷ്യം വരില്ലേ ഉപ്പ? നാം ചിലവിന് കൊടുക്കുന്ന, നാം പേരിട്ട് ഓമനിച്ച് പാട്ടുപാടി താലോലിച്ച് വളർത്തിയ നമ്മുടെ പൊന്നാര മക്കള് വാപ്പയോട് ഉമ്മയോട് നന്ദികേട് കാണിക്കുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം വരില്ലേ? 3-4 പ്രാവശ്യം അടുക്കളയിൽ നിന്നുകൊണ്ട് ഉമ്മ വിളിച്ചു, മോനെ വിളിച്ചു, അവൻ വന്നില്ല. പെട്ടെന്നുമ്മ ചൂരലെടുത്ത് കൊണ്ടുവരുമ്പോ വീടിന്റെ മുമ്പിൽ നിന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചൂരൽ കൊണ്ടുവന്നിട്ട് പൊന്നുപോലെ പൊന്നിനെ തല്ലുന്നു. നീ ഒരു നന്ദി കെട്ടവനായല്ലടാ. എത്ര പ്രാവശ്യം നിന്നെ ഉമ്മ വിളിച്ചു, നീ തിരിഞ്ഞു നോക്കിയില്ല. നീ ഒരു നന്ദി കെട്ടവനായി പോയല്ലോ. ആ ഉമ്മ അങ്ങനെ അടിക്കുമ്പോ വാപ്പ പറയും, ശരിയാണ്, അവൻ ആവശ്യമായിരുന്നു, നിന്റെ 2 തല്ലവൻ ആവശ്യമായിരുന്നു. വാപ്പ തല്ലിയ ഉമ്മ പറയാ, അത് വേണമായിരുന്നു, അവൻ അത്ര നന്ദികേടാ അവൻ കാണിച്ചത്. 3 പ്രാവശ്യം വിളിച്ചപ്പോ വന്നില്ല എന്നുള്ളവരാണ് അവൻ കാണിച്ച നന്ദികേട്. ഉമ്മാക്ക് നന്ദി കാണിക്കാൻ വേണ്ടി ഉമ്മ ചെയ്തതെന്താ? അവനെ ഗർഭം ചുമന്നു, അവനെ പ്രസവിച്ചു.
അവന് പാല് കൊടുത്തു, അവന് ഭക്ഷണം കൊടുത്തു, അവന് സ്നേഹം കൊടുത്തു. ഇത് ഈ ഉമ്മ ചെയ്തില്ലെങ്കിൽ വേറെ ഉമ്മ ചെയ്യും. എല്ലാ ഉമ്മയും ചെയ്യുന്ന കാര്യം തന്നെ. അല്ല പാനൂരും തലശ്ശേരിയിലും ഉള്ള ഉമ്മ മാത്രം പ്രത്യേകിച്ചൊരു മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ലോകത്തുള്ള എല്ലാ ഉമ്മമാരും ഗർഭം ധരിക്കുന്നു, എല്ലാ ഉമ്മമാരും പ്രസവിക്കുന്നു. ആ ഉമ്മമാര് ചെയ്യുന്നത് തന്നെ നീയും നിന്റെ മോന് വേണ്ടി ചെയ്തോളൂ. പക്ഷെ എന്നിട്ട് പോലും നിന്റെ മകൻ നിന്നോട് ഒരു സെക്കൻഡ് ഒന്ന് തിരിഞ്ഞു നിന്നപ്പോ ചൂരലെടുത്ത് നീ അടിച്ചു. എന്തുകൊണ്ട്? ഉമ്മാക്ക് സഹിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കഴിയില്ല, എനിക്ക് അവന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല എന്നൊക്കെ ഉമ്മമാരിങ്ങനെ മോശമായ രീതിയിൽ പറയുന്നത് മകന്റെ നന്ദികേട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണെങ്കിൽ, ഒരു വഖത്ത് നിസ്കാരത്തിൽ അല്ലാഹുവാണ് ബാങ്കിന്റെ ലഫ്ളുകളെ പഠിപ്പിച്ചത്. ആ ബാങ്കിന്റെ ലഫ്ളിൽ ഹയ്യ അലസ്സലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്നുള്ള വിളി മുഴങ്ങുമ്പോൾ കടകമ്പോളത്തിലിരുന്ന് നുണ പറയുന്ന ചെറുപ്പക്കാരാ, ഫസാദും ഈബത്തും പറഞ്ഞ് നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്ന സഹോദരങ്ങളെ, വീട്ടിന്റെ അകത്തിരുന്നുകൊണ്ട് സീരിയലും സിനിമയുമായി മധുരമുള്ള ഓർമ്മകളുമായി രസമുള്ള സമയങ്ങളുമായി കഴിഞ്ഞുപോകുന്ന പെങ്ങളെ, അല്ലാഹു നിന്നോട് എത്ര ദേഷ്യം വരുമെന്നറിയുമോ, എത്ര ദേഷ്യം വരുമെന്നറിയുമോ. അതുകൊണ്ടാണ് മഹാനായ അഅ്മശ് റളിയല്ലാഹു അൻഹു 70 വർഷം വരെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമുണ്ടായില്ല, 70 വർഷം വരെ ശരീരത്തിൽ ഒരു പ്രശ്നവുമുണ്ടായില്ല. മഹാനായ അഅ്മശ് റളിയല്ലാഹു തആല അൻഹു 70 വയസ്സ് കഴിഞ്ഞപ്പോൾ ശരീരമെങ്കിലും തളർന്നുപോയി, എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല. ആ കിടക്കയിൽ കിടന്നിട്ട് മഹാനായ അഅ്മശ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. അനുയായികൾ ചോദിച്ചു, എന്തിനാണ് ഉസ്താദേ ഇങ്ങനെ സങ്കടത്തോടെ വിളിച്ചു കരയുന്നത്? ആ സമയത്ത് അഅ്മശ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഇത്രയും വർഷമായിട്ട് ഒരു വഖത്ത് നമസ്കാരം പോലും അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി ഞാൻ നിസ്കരിക്കാതിരുന്നിട്ടില്ല. എനിക്കെത്ര വിഷമമെന്നാലും ഞാൻ പോയിരുന്നു. കാരണം എനിക്കൊരു നന്ദിയുള്ള അടിമയാകണം എന്നതായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വിളിക്കുമ്പോ ആ നിസ്കാരത്തിന് പോയില്ലെങ്കിൽ ഞാൻ നന്ദി കെട്ടവനായി പോകുമോ എന്ന പേടി എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്നെനിക്ക് നടക്കാൻ കഴിയുന്നില്ല, ഇന്നെനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് പള്ളിയിൽ പോകാൻ കഴിയാത്തത് കൊണ്ട് ഞാനൊരു നന്ദി കെട്ടവനാകുമോ എന്ന പേടിയാണ് എന്നെ കരയിച്ചതെന്ന് പറഞ്ഞു പോയെങ്കിൽ ആരോഗ്യമല്ലാതെ തന്ന ചെറുപ്പക്കാരാ, ആഫിയത്തല്ലാതെ തന്ന ചെറുപ്പക്കാരാ, പണവും പദവിയും സുഖവും സന്തോഷവും അല്ലാതെ തന്ന പൊന്നുമോളെ, അല്ലാഹുവേ ജീവിതത്തില് എന്റെ പൊന്നുമോളെ, ജീവിതത്തില് ഏറ്റവും അധികം നന്ദിയുള്ളവരായി മാറണം പൊന്നുമോളെ, ഏറ്റവും അധികം നന്ദിയുള്ളവരായി മാറണം പൊന്നുമോളെ. അതിനു വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്. ഞാനും ഇങ്ങോട്ട് വരുമ്പോ ഏറ്റവും അധികം ബ്ലോക്കിൽ കുടുങ്ങിയത് എവിടെയെന്നറിയുമോ? ഏറ്റവും അധികം 1.25 മണിക്കൂറോളം ഒരു റോഡിലൂടെ 1 കിലോമീറ്റർ മാത്രമാണ് താണ്ടി വരാൻ കഴിഞ്ഞത്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ഫെസ്റ്റ് നടക്കുകയാ. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ഫെസ്റ്റ് നടക്കുകയാ. അല്ലാഹുവേ, ഇവിടെ 7 മണിക്ക് എത്തണമെന്ന തീരുമാനത്തോടെ ഇസ്മായിൽ സാഹിബ് വിളിച്ചു പറഞ്ഞപ്പോ അതേ ആവേശത്തോടെ ഓടി വന്നവനാണ്. കൊയിലാണ്ടി ഫെസ്റ്റ് നടക്കുന്ന റോഡിന്റെ 2 ഭാഗത്തും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പറഞ്ഞിട്ടത് കൊണ്ടായോ, എന്റെ പൊന്നുമോളെ നല്ലതുപോലെ തലമറച്ചത് കൊണ്ടായോ, എന്റെ പൊന്നുമോളെ ദീനുള്ള വസ്ത്രമാണ് ധരിക്കുന്നതെന്ന് പറഞ്ഞിട്ടായോ, കണ്ട യുവാക്കളോടൊപ്പം കറങ്ങി നടക്കുന്ന 16, 17, 18 വയസ്സുമാരെ പെൺകുട്ടികള്, എന്റെ പ്രിയപ്പെട്ട ഇത്തമാര് ഉമ്മമാര് അതേ പാർക്കിലും ബീച്ചിലും ഒക്കെ കറങ്ങി നടക്കുന്ന പോലെ കൊയിലാണ്ടി ടൗണിലൂടെ വികസിച്ച് ഉത്സാഹിച്ചിങ്ങനെ നടക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ ഭയന്നു പോയി പെങ്ങളെ, നിങ്ങളെ കുറ്റപ്പെടുത്താണെന്ന് എപ്പോഴും നിനക്ക് തോന്നിപ്പോകാം പെങ്ങളെ. ഒരിക്കലും ഇതൊരു വെറും കുറ്റപ്പെടുത്തലായി നിങ്ങൾ കരുതല്ലേ. രക്ഷപ്പെടണ്ടേ പൊന്നുമോളെ, അല്ലാഹു തന്നതിനെ മുഴുവനും എന്റെ കൈ നീട്ടി വാങ്ങിയിട്ട് ആ പടച്ചതമ്പുരാനെ തിരിച്ചു കൊടുക്കാനൊന്നുമില്ലാത്തവളെ പോലെ നന്ദികേടിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ടവളെ, ഒരു സെക്കൻഡ് പാഴാകാതെ മഹാന്മാരും നന്ദിയുള്ളവരാകാൻ പരിശ്രമിച്ചവരാണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നന്ദിയുള്ള മുൻഗാമികളെ എനിക്കറിയാം. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ വാങ്ങിയിട്ട് നന്ദി കാണിച്ച് ജീവിച്ച സ്വാലിഹീങ്ങളെ കുറിച്ച് എനിക്കറിയാം. അവരെ കുറിച്ച് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, വകാനൂ ഇദാ ജന്നൽ ലൈല ഖാമൂ അലാ അഖ്ദാമിഹിം. ഹസൻ
ബസരി റളിയല്ലാഹു അൻഹു പറയുന്ന രാത്രിയായി കഴിഞ്ഞാൽ ആ സ്വാലിഹീങ്ങൾ ഖാമു അലാ ഖദാമിഹിം അവരുടെ രണ്ട് കാലിന്റെ മുകളിൽ നിന്നുകൊണ്ട് പിന്നെ നിസ്കാരമാ, പിന്നെ കാല് നീര് വരുന്നു, കാല് തളരുന്നു. അതവർക്ക് പ്രശ്നമില്ലായിരുന്നു, അതവർക്ക് പ്രശ്നമില്ലായിരുന്നു. അവരുടെ രണ്ട് കാലിന്റെ മുകളിൽ നിന്ന് കാല് തളരട്ടെ, നീര് വരട്ടെ, നിസ്കാരം തന്നെയാ. ജീവിതത്തിൽ അങ്ങനെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? റമളാന് പോലും ക്ഷീണം വരുന്നതിന് മുമ്പ് നിസ്കാരം നിർത്തുന്ന തറാവീഹിന്റെ ഉമ്മത്തുകളെ നമ്മൾ ചിന്തിക്കുക. ഇന്ന് വരെ ജീവിതത്തിൽ എങ്ങനെ കാലിന് ക്ഷീണം വരുന്നത് വരെ നിസ്കരിച്ച് എന്റെ കാല് വേദനിക്കുകയാണ് പറഞ്ഞിട്ടുണ്ടോ? എന്റെ പെങ്ങളെ, എന്റെ സഹോദരങ്ങളെ, അങ്ങനെ പറയുമ്പോഴാണ് അവിടെ ഒരു നന്ദി നമുക്ക് വരുന്നത്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നവരുടെ കണ്ണുകളിലൂടെ, കവിളുകളിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ പൊട്ടി ഒഴുകുമായിരുന്നു. അവരല്ലാഹുവിന് നന്ദി കാണിച്ചവരായിരുന്നു, അവരല്ലാഹുവിന് നന്ദി കാണിച്ചവരായിരുന്നു. മഹാന്മാരൊക്കെ അങ്ങനെയാണ്. ശംസുൽ ഉലമ മുതൽ അവിടെ ഇങ്ങോട്ട് മഹാരഥന്മാരുടെ വഴി നിങ്ങളൊന്ന് പറയും നോക്കുക. പാതിരാ സമയത്ത് എഴുന്നേറ്റിരുന്ന് കരഞ്ഞവരെത്രയാ, പാതിരാ സമയത്ത് ഇബാദത്ത് ചെയ്ത് പൊട്ടി പൊട്ടി കരഞ്ഞവരെത്രയാ. ആ പാത പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് ഉറക്കമടിയുന്നത് അല്ലാഹുവിന് വേണ്ടിയാകണം പൊന്നു മോനെ, കരയുന്നത് അല്ലാഹുവിന് വേണ്ടിയാകണം മോനെ. കാല് നീര് വരുന്നത്, ശരീരം ക്ഷീണിക്കുന്നത്, ഇതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയാവട്ടെ. ഞങ്ങളുടെ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നത് അങ്ങനെയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് അങ്ങോട്ട് ഉയരട്ടെ. മാതൃഭൂമി പത്രം കത്തിച്ചാൽ മാത്രം ആവേശം കാണിച്ചാൽ പോരാ, സ്വലാത്തും കൂടി എങ്ങനെ ഉയരണം. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പ്രതികരണ ശേഷിയാ. ചാട് രംഗത്ത് വരും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവിടെ സമരം, ഇവിടെ സമരം, അവിടെ കത്തിക്കണം, റോഡ് ബ്ലോക്ക് ആക്കണം, പത്രക്കാരനെ ഓടിച്ചിട്ട് വെട്ടുന്ന ആകെ പ്രശ്നം. അതിനൊക്കെ വലിയ മിടുക്കാണ്, ഒക്കെ ഭയങ്കര കരുത്താണ്. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരൻ ഒരു വാട്സാപ്പിൽ ക്ലിപ്പ് കൊണ്ടുവന്നു. കുട്ടികൾക്ക് ബാലമംഗളവും പൂമ്പാറ്റയുമാണ് വായിപ്പിച്ചു കൊടുക്കേണ്ടത്, ഖുർആൻ ഓതി അവരുടെ മനസ്സ് മുരടിപ്പിച്ച് കളയുന്നത് ശരിയല്ല എന്ന് ഏതോ ഒരു സന്യാസിയോ എവിടെയോ ആരോ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ചെറുപ്പക്കാരോ ഉസ്താദ് ഇതിനെതിരെ പ്രസംഗിക്കണം, ഇതിനെതിരെ വാട്സപ്പിൽ ക്ലിപ്പ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയി നല്ല സമാധാനത്തിൽ 10 ഖുർആനായത്ത് ഓതാൻ പറഞ്ഞു. അതിനവർക്ക് നേരമില്ല. പ്രതികരിക്കാനെന്ന് പറഞ്ഞാൽ വലിയ ഉത്സാഹമായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, ഒന്നുമില്ല. ചില ആളുകൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം പ്രതികരിച്ചവരൊക്കെ മോശക്കാരെന്നല്ല. ഇത്ര നല്ല പ്രതികരണം കേരളം ഇതുവരെ കണ്ടിട്ടില്ല. അഭിമാനമാണ് ആ വിഷയത്തിൽ, ആ വിഷയത്തിൽ വളരെ സന്തോഷമാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇനി അതിനപ്പുറത്തേക്ക് ആര് നീങ്ങിയാലും ഇപ്പൊ കണ്ട പ്രതികരണമായിരിക്കും എന്നും എന്ന് ഒരു പൊന്നുമോനും വിചാരിക്കണ്ട. സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് പറയാ. ഹൈന്ദവർക്ക് പോലും അങ്ങനെ ഒരു പത്രത്തിൽ മുത്ത് റസൂലിനെതിരെ വന്ന വാർത്ത അരോചകത്വം സൃഷ്ടിച്ചു പോയി എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം അവരെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ശരിക്കും എല്ലാവരും പഠിച്ചിട്ടുള്ളവരാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ മനഃപൂർവ്വം ഇങ്ങനെ അഭിപ്രായം പറയുന്നത് എന്തിനാണ്? അത് ജനങ്ങൾക്കിടയിൽ ഒരു വല്ലാത്ത ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതൊക്കെ വളരെ സമാധാനപരവും ശ്രദ്ധാപൂർവമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രകടിപ്പിക്കേണ്ടുന്ന സമയത്ത് ആ പ്രവാചക പ്രേമം പ്രകടിപ്പിക്കാൻ നമ്മൾ പിന്നോട്ട് പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബുൽ ഇസ്സത്തി സ്വലാത്തിൽ ചൊല്ലാനുള്ള ആവേശം നബി തങ്ങളുടെ അരികിലേക്ക് എത്തുന്നത് വരെയും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആ മുത്ത് റസൂൽ അല്ലാഹു നിങ്ങളൊക്കെ പറയില്ല, ഞങ്ങൾക്ക് അങ്ങനെ നന്ദി കാണിക്കാൻ വേണ്ടി അല്ലാഹു ഒന്നും തന്നിട്ടില്ല ഉസ്താദ്. അത്രയും വലിയ നന്ദി കാണിക്കാനും ഉറക്കമൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്യാനെന്നുള്ള അനുഗ്രഹം അല്ലാഹു നമുക്ക് തന്നിട്ടില്ല. ഉസ്താദ് പണ്ട് ജമാലിയയിൽ പ്രസംഗിക്കാൻ വന്നപ്പോഴുള്ള ചെറിയ വീട് തന്നെയാണ് ഇപ്പോഴും എന്റെ വീട്. അന്നത്തെ ചെറിയൊരു ഓട്ടോയും ചെറിയൊരു ബിസിനസ്സും അതിനേക്കാൾ വലുത് കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ പോവാ. അപ്പൊ അത്രയും ചെറിയ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് ഇബാദത്ത് ചെയ്യേണ്ടെന്ന് നന്ദിയൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല എന്ന് ചിലപ്പോൾ പറയും. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് നമ്മുടെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏറ്റവും കുറഞ്ഞ വസ്ത്രം ധരിച്ചത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏറ്റവും അധികം മഴ പെയ്യുമ്പോൾ ഈന്തപ്പന നാലുകൾക്കിടയിലൂടെ വെള്ളം അകത്തിറങ്ങിയ ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് നമ്മുടെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വിശന്നിട്ട് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ്
മക്കയുടെ മണ്ണിലൂടെ ഇറങ്ങി നടന്ന ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് നമ്മുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ സാഹചര്യത്തിലും റസൂൽ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. അല്ലാഹു എല്ലാം വാരിക്കോരി കൊടുത്തിട്ടാണോ? അല്ല. രാത്രി നമസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മാറിയിരുന്നുകൊണ്ട് നോക്കി നിങ്ങൾ കേട്ടിട്ടുള്ള സംഭവമാണ്. എങ്കിലും അതിനെ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചിട്ട് ഒന്നുകൂടി മനസ്സിരിച്ച് ഒന്ന് കേട്ടു നോക്കുക. ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ മാറിയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരം കഴിഞ്ഞ് വരുന്നത് കാണാം. ഞാൻ മാറിയിരുന്നു സഹാബത്തെ. പക്ഷേ മുത്ത് റസൂലിന്റെ നമസ്കാരം കഴിയുന്നില്ലെന്ന് മനസ്സിലായപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഞാൻ കടന്നു ചെന്നു. സഹാബ, ആ പ്രിയപ്പെട്ട സഹാബികളോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റുകൂയിലും ഇഅ്തിദാലിലും സുജൂദിലും കരയുകയായിരുന്നു. സലാം വീട്ടിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുജൂദ് ചെയ്ത മണ്ണ് ഞാൻ തടവി നോക്കിയപ്പോൾ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. സഹാബികളെ, എന്റെ റസൂൽ നിസ്കരിച്ച സുജൂദ് പോയ മണ്ണ് ആ കണ്ണീര് കൊണ്ട് നനഞ്ഞു കുതിർന്നിരുന്ന സഹാബത്തെ നബി ഞങ്ങളോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ പാതിരാത്രി ഇങ്ങനെ നമസ്കരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് ഞാൻ നോക്കി നീര് വന്നിട്ട് പൊട്ടിയിട്ടുണ്ട്. സഹാബത്തെ, ഇത് വെറുതെ പറയുന്നതല്ല. ഒരു മനുഷ്യൻ നിസ്കരിച്ച് കാല് നീര് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, കാല് വേദന വരെ ഇതുവരെ വന്നിട്ടില്ലല്ലോ നമ്മൾ നിസ്കരിച്ചതിന്റെ പേരില്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് നീര് വന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടപ്പോ, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു കൊടുത്ത മറുപടി എന്തെന്ന്, എന്റെ ഈ ചെറുവാശ്ശേരിയുടെ അടുത്ത് വന്നിരിക്കുന്ന, പാനൂരിന്റെ അടുത്ത് വന്നിരിക്കുന്ന, കുഞ്ഞിപ്പള്ളിയുടെ നാദാപുരത്തുള്ള, തലശ്ശേരിയുടെ, കണ്ണൂരിയുടെ എന്റെ പ്രിയപ്പെട്ട ദീനീ സ്നേഹികളൊന്ന് മനസ്സിൽ ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ? എനിക്ക് അല്ലാഹു തന്നതിന് പകരം ഒരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ? അതുകൊണ്ട് ഇതൊക്കെ എന്റെ നന്ദിയായിട്ട് ഞാൻ എന്റെ പടച്ചവന് രേഖപ്പെടുത്തുന്നതാണെന്ന് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്ന ആരോഗ്യം, അല്ലാഹു തന്ന മക്കൾ, അല്ലാഹു തന്ന വീട്, അല്ലാഹു തന്ന സൗഭാഗ്യം, അതിന് പകരം പടച്ചവൻ എന്ത് കൊടുത്തു പെങ്ങളെ? എന്ത് കൊടുത്തു പൊന്നുമോളെ? തിരിച്ചെന്ത് കൊടുത്തു പൊന്നുമോളെ? തിരുവനന്തപുരം ശ്രീചിത്രയില് 27 വയസ്സുള്ള ഒരു പൊന്നുമോള് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് തലയിൽ 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നടന്നു പോവുകയാ. വാപ്പ വലത്തെ ഭാഗം പിടിച്ചിരിക്കുന്നു, ഉമ്മ ഇടത്തെ ഭാഗം പിടിച്ചിരിക്കുന്നു. ആ പൊന്നുമോള് നടന്ന് നീങ്ങിട്ട് തളർന്നിട്ട് പറയുന്നു, വാപ്പ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. എന്നെ കണ്ടപ്പോ ഓടിയോട് പ്രിയപ്പെട്ട ഉപ്പ, ഉസ്താദേ എന്റെ പൊന്നുമോക്ക് വേണ്ടി ദ്വാരക്കണം, ഓപ്പറേഷൻ കഴിഞ്ഞു, 20 മിനിറ്റ് വൈകുന്നേരം നടക്കണമെന്ന് ഡോക്ടർമാര് പറഞ്ഞിരിക്കാണ്. ഉസ്താദേ 20 സെക്കൻഡ് പോലും അവളെ കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. എന്റെ പൊന്നുമോളെ പല ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ എന്തോ അവർക്ക് നഷ്ടപ്പെട്ടു പോയതുപോലെയാണ് ഉസ്താദേ. എന്റെ ചിരിയും കളിയുമുള്ള സൗന്ദര്യവതിയായ പൊന്നുമോളെ എനിക്ക് തിരിച്ചു കിട്ടാൻ നിങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ രോഗം വന്നതെന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ട ഉപ്പ പറയാനറിയില്ല, എങ്ങനാണെന്നറിയില്ല. ഏത് ഭക്ഷണത്തിലൂടെയാണ്, ഏത് ബന്ധത്തിലൂടെയാണ്, ഏത് രീതിയിലൂടെയാണ് എന്റെ പൊന്നുമോള് തലച്ചോറിലൂടെ ക്യാൻസറിന്റെ കൂടെ വളർന്നു വന്നതെന്നറിയില്ല. എന്റെ തന്റെ കൂടത്തിന് ഉസ്താദ് ദ്വാരക്കണം. എന്റെ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരി എന്റെ പൊന്നുമോളായിരുന്നു ഉസ്താദേ. ഇന്നവളെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് പോലും പേടിയാവുകയാണ്, കണ്ണ് താഴ്ന്നു പോയിരിക്കുകയാണ്, മുഖം വല്ലാതെ ഭീതിയുടെ നിറവിൽ വല്ലാതെ കറുപ്പിരിണ്ടിരിക്കുകയാ. എനിക്ക് പേടിയാവുന്നു ഉസ്താദേ എന്ന് 27 വയസ്സുള്ള പൊന്നുമോളെ മുഖത്ത് നോക്കിയിട്ട് പ്രിയപ്പെട്ട സ്നേഹസമ്പന്നനായ വാപ്പ പറയുമ്പോ, ലിസ്റ്റിക്ക് പുരട്ടുന്ന പെങ്ങളെ, സൗന്ദര്യവർദ്ധന വസ്തുക്കൾ പുരട്ടിയിട്ട് പാനൂരിന്റെ തലശ്ശേരിയുടെ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് സൗന്ദര്യം പ്രകടമാക്കിയിട്ട് നടക്കുമ്പോ എന്റെ പൊന്നുമോളെ നന്ദി കാണിക്കണം മോളെ. അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദി കാണിക്കണം പൊന്നുമോളെ. എത്രയോ രോഗം തരാറ്, എത്രയോ അപകടം തരാറ്, എത്രയോ
അനുഗ്രഹങ്ങൾ മാത്രം ഒരു ഘോഷയാത്ര പോലെ വാരിക്കോരിക്കുന്ന പടച്ചതമ്പുരാന് മറക്കല്ലേ എന്റെ പൊന്നാര പെൺമക്കള്, എന്റെ പ്രിയപ്പെട്ട യുവസമൂഹമേ. അല്ലാഹു പറയുന്നത് നിങ്ങൾ ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ? ശരിയല്ലേ? അല്ല ചോദിക്കാണ് നിങ്ങളോട്, നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ? നിങ്ങൾ ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ? നിങ്ങൾ ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ? വീട് ചോദിച്ചു തന്നില്ലേ? മക്കളെ ചോദിച്ചു തന്നില്ലേ? ഒരു കുടുംബം ചോദിച്ചു തന്നില്ലേ? പെങ്ങളെ ഗൗരവത്തോടെ ചോദിക്കണം. എന്നിട്ടല്ല പറയുന്നു, ഒരു ഡയറി എടുത്തിട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കുക. എനിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഒന്നേ, എവിടെ മുതൽ തുടങ്ങണം? തലമുടി പോലും അനുഗ്രഹമാണ്. കണ്ണിന്റെ മുകളിലെ ഈ ചെറിയ രോമം പോലും അനുഗ്രഹമാണ്. കണ്ണുകൾ അനുഗ്രഹത്തിന്റെ മഹാസാഗരമാണ്. അത്ഭുതത്തിന്റെ അതിശയത്തിന്റെ പൂരമാണ് രണ്ട് കണ്ണുകള്. അല്ലാഹുവേ, നിന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങളിൽ അനുഗ്രഹത്തിന്റെ പേമാരിയാണതൊക്കെ. എങ്ങനെ എഴുതി വെക്കും പ്രിയപ്പെട്ടവരെ? ഓരോന്നോരോന്ന് എഴുതി വെക്കുക. എന്നിട്ട് അല്ല പറയുന്നു, ഞാനിതൊക്കെ പറഞ്ഞെങ്കിലും മനുഷ്യൻ എന്നോട് നന്ദി കെട്ടവൻ തന്നെയാണ്. അല്ല പറയുന്നവൻ നന്ദികേടേ കാണിക്കുകയുള്ളൂ. അവൻ എന്നോട് നന്ദികേടേ കാണിക്കുകയുള്ളൂ. അല്ലാഹുവേ, ആ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട ഞങ്ങളെ നീ പെടുത്തല്ലേ റബ്ബേ. ആ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട ജമാലിയ കോളേജിന്റെ തിരുമുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ പെടുത്തല്ലേ തമ്പുരാനെ, പെടുത്തല്ലേ റഹ്മാനെ. നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ആ നിയ്യത്തിലായിരിക്കട്ടെ ഇന്നത്തെ ജമാലിയക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ സ്വതക്ക. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നല്ലൊരു സ്വതക്ക നിങ്ങൾ ചെയ്യണം. കഴിഞ്ഞ വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം അല്ലല്ലോ, അതിന് മുമ്പല്ലേ? അതിനു മുമ്പ് ഇവിടെ അൽഹംദുലില്ലാഹ് അതിന് വന്നപ്പോ പിന്നെ എന്ത് ചെയ്തു? നമ്മളെ കെട്ടിടത്തിന്റെ രണ്ടാമത്തെ നില ആണും പെണ്ണും എല്ലാവരും കൂടി ഒരുമിച്ച് സ്വർണവും പൈസ ഒക്കെ കൊടുത്തിട്ട് അൽഹംദുലില്ലാഹ് നല്ല ഭംഗിയായി. ഇനി പുതിയ അഡ്മിഷന് വരുന്ന മക്കൾക്ക് ഇനി ഇവിടെ ഈ ജമാലിയയുടെ വളർച്ച മൂന്നാമത്തെ നിലയാണ് സ്ഥാപനത്തിന്. അതിന് ഈ പാനൂരിന്റെയും ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര് ചരപ്പറമ്പ്, ഈ ചെറുപ്പറമ്പും അതുപോലെ തലശ്ശേരിയും മുത്തുപറമ്പും നാദാപുരവും ഒക്കെ അടങ്ങുന്ന ദീനീ സ്നേഹികൾ ഇത്തരം സ്ഥാപനങ്ങളെ ഏറ്റെടുത്തിട്ട് നിങ്ങളൊന്ന് വളർത്തിക്കൊണ്ടുവരണം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. 3 സലാത്ത് ചൊല്ലി ഇവിടുത്തെ സംഘാടകരെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറഞ്ഞു വിടുന്നത് അൽഹംദുലില്ലാഹ് ഒരു കാര്യമായ സ്വതക്ക നിങ്ങൾ അവർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സ്ഥാപനത്തിന്റെ 3ാമത്തെ നിലയുടെ ബിൽഡിംഗിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മഹാന്മാര് പഠിപ്പിച്ച മുത്തറസൂൽ പഠിപ്പിച്ച ഇൽമിനെ സഹായിച്ചാൽ 10 ലക്ഷം നന്മയാണ് കിട്ടുക. 1 രൂപ ഇൽമു പഠിക്കുന്നവർക്ക് സഹായിച്ചാൽ 10 ലക്ഷം നന്മയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവനെ, റഹ്മാനും റഹീമുമായ തമ്പുരാനെ, അല്ലാഹുവേ, ബക്കറ്റിലിടുന്ന സ്വതക്കകൾ മുഴുവനും നീ സ്വീകരിക്കണേ റബ്ബേ. അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന്റെ ബറക്കത്തും ഐശ്വര്യവും നീ സ്വതക്ക ചെയ്യുന്നവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഒരിക്കലും അവരെ പരാജയപ്പെടുത്തല്ല അല്ലാ. നന്മയുള്ളവരും നന്ദിയുള്ളവരുമാക്കണേ അല്ലാ. നന്മയുള്ളവരും നന്ദിയുള്ളവരുമാക്കണേ അല്ലാ. പടച്ചവനെ, സ്വതക്ക ചെയ്യുന്നവർക്ക് മാരക രോഗങ്ങളൊന്നും നീ കൊടുക്കരുത് അല്ലാ. അല്ലാഹുവേ, അസഹ്യമായ വേദനയുടെ ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങളുടെ ഒരവസ്ഥ നീ അവർക്ക് കൊടുക്കരുത് അല്ലാ. ജമാലിയാറബി കോളേജിന്റെ പ്രിയപ്പെട്ട മക്കൾ ഖുർആൻ ഓതുമ്പോ അവര് ദർസ് പഠിക്കുമ്പോ ദീൻ പഠിക്കുമ്പോ ശരീഅത്ത് പഠിക്കുമ്പോ അതിന്റെ എല്ലാം പുണ്യം അല്ലാഹുവേ ഈ സഹായിച്ച ഈ ബക്കറ്റിൽ സ്വതക്കയിട്ട അല്ലാഹുവേ ഏറ്റെടുത്ത മുഴുവൻ ആളുകൾക്കും ഇരു വീട്ടിലും നീ കൊടുക്കണേ തമ്പുരാനെ. സ്വല്ലല്ലാഹു നബി മുഹമ്മദ്. എല്ലാ ഭാഗത്തും തുടങ്ങിയില്ല, ആളില്ല തുടങ്ങാൻ എന്തേ? ഏകാവട്ടെ. അൽഹംദുലില്ലാഹ്. അത് ഇപ്പൊ വായിക്കണ്ടോ? അത് വേണ്ട, അത് പറയട്ടെ കുറച്ചുകൂടെ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക്
അല്ലെ പിന്നെ പിരിവ് മാത്രമായി പോലെ. ഇനി ഞാൻ വരുമ്പോൾ നിങ്ങൾ വരൂല. ജമാലി അറബി കോളേജ് ഇവിടെ ഉണ്ടാവും, നൗഷാബൊക്കെ ഉണ്ടാവൂല. ഇൻഷാ അല്ലാഹ് അതാണ് ലക്ഷ്യം. ഫസ്റ്റ് ദിവസമല്ലേ, ഫസ്റ്റ് ദിവസം തന്നെ പൈസ ഒക്കെ പിരിച്ച് അവിടെ തന്നാൽ നാളെ പറഞ്ഞ ഉസ്താദ്മാർക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ? അല്ലെങ്കിൽ നാളെ പറഞ്ഞ ഉസ്താദ്മാർ ഭയങ്കര മിടുക്കന്മാര്, ഞാൻ വെറും മുതുക്കനുമായി പോയി അല്ലേ? പക്ഷെ അത് വാക്കവി വിളിക്കേണ്ടത് നിങ്ങൾക്ക് പിന്നെ ഇൽമു പഠിപ്പിച്ചു തരാനല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലതുപോലെ അറിയാം. എന്തിനാണ് വിളിക്കുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ ആ വിളി ഞാൻ നിർത്താൻ പോവാം. അതിനുവേണ്ടി മാത്രം ആവണ്ട. എന്തായാലും അൽഹംദുലില്ലാഹ് തുണ്ട് ലിസ്റ്റ് ഒന്നും വേണ്ട എനിക്ക്. എന്തായാലും അത് വെച്ചിരുന്നാൽ മതി. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിപ്പോഴൊന്നുമില്ല. ഞാൻ എൻ്റെ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ പറയാൻ പോവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ബക്കറ്റ് പറഞ്ഞിട്ട് അതുപോലെ നിങ്ങൾ കൊണ്ടുവരാൻ ഈ ഫ്രണ്ടിലൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവരോട് വാഗ്ദാനം ചോദിക്കുക? എന്റെ അടിമകളിൽ നന്ദിയുള്ളവർ കുറവാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്. അല്ലാഹു തന്നെ തുറന്നു പറയുന്നു. ആകാശവും ഭൂമിയും മഴയും വാഹനവും രാത്രിയും പകലും ഒക്കെ അനുഗ്രഹമാണ് എന്ന് തുറന്നു പറഞ്ഞ അല്ലാഹു, നിങ്ങൾ നന്ദി കാണിക്കണം എന്ന് പറഞ്ഞ അല്ലാഹു തുറന്നു പറയുന്നു വഖലീലുൻ മിൻ ഇബാദിയ ശക്കൂർ. എന്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ്. എന്തെങ്ങനെ പറയാൻ കാരണം? നമുക്കെന്തേ നന്ദി ചെയ്യാൻ കഴിയാത്തത്? നമ്മളെന്തേ നന്ദിയുള്ളവരാകാത്തത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞു. നിങ്ങളെപ്പോഴും നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് മാത്രമാണ് നോക്കാനുള്ളത്. നിങ്ങളെക്കാൾ സ്വത്തിന്റെ വിഷയത്തിൽ മുകളിലുള്ളവരെ നിങ്ങൾ നോക്കരുതെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളെക്കാൾ താഴേക്കിടയിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അല്ലാഹു തന്ന അനുഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാകുന്നതാണ്. ആൺമക്കളെ മാത്രമല്ല ആൺമക്കൾ മാത്രമുള്ളവര് പലപ്പോഴും പടച്ചവനോട് പറയുന്നു, എനിക്കൊരു പെൺകുട്ടിയെ തന്നില്ലല്ലോ അല്ല. അങ്ങനെയുള്ളപ്പോൾ അവൻ ചിന്തിക്കേണ്ടത് പെൺമക്കളെ മാത്രം കൊടുത്തവനെ ചിന്തിക്കണം. അല്ലാഹുവേ, ഓരോ പൊന്നുമോളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ അവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഒരു നില ബിൽഡിങ്ങിൽ വാർത്ത ബിൽഡിങ്ങിൽ കിടക്കുന്നവര് രണ്ടു നില കൊട്ടാരത്തിലേക്കല്ല നോക്കേണ്ടത്, ഉന്നത സമ്പന്നരുടെ മടിത്തട്ടിലേക്കല്ല നോക്കേണ്ടത്. ആ വീട് പോലുമില്ലാതെ ഓടിട്ട കെട്ടിടത്തിൽ കിടക്കുന്നവരെ നോക്കണം. ഓടിട്ട കെട്ടിടത്തിൽ കിടക്കുന്നവർ, ഓലപ്പുരയിൽ കിടക്കുന്നവരെ നോക്കണം. ഓലപ്പുരയിൽ കിടക്കുന്നവർ എനിക്കെന്തെങ്കിലും ഉണ്ടല്ലോ അല്ലാ, അതുപോലെ ഇല്ലാതെ വാടകയ്ക്ക് കിടക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയാണ് മനസ്സ് മാറുക, അങ്ങനെയാണ് നന്ദിയുള്ളവരാകുക. അല്ലാഹു ആരോഗ്യം തന്നതിന്റെ വില നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ക്യാൻസർ രോഗം ഒന്ന് കഴിയുന്നവരെ കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മുടെ ആരോഗ്യത്തിന്റെ വില നമുക്ക് മനസ്സിലാകുന്നതാണ്. ആരോഗ്യത്തിന്റെ വില നമുക്ക് മനസ്സിലാകുന്നതാണ്. താമരശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്ന പാവപ്പെട്ട ഒരു അവരെ സഹായിക്കാൻ ആരുമില്ല, മരുന്ന് വാങ്ങാൻ കാശില്ല. മെഡിക്കൽ സ്റ്റോറിൽ വന്നപ്പോൾ അവർ ചോദിക്കുകയാണ്, ഏറ്റവും കുറഞ്ഞ മരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആ ഉമ്മയോട് വിവരങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? നിങ്ങൾ വീട് എവിടെയാ? നിങ്ങളുടെ മക്കൾ എത്രയാ? നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷമേതാ? അതെല്ലാം അന്വേഷിച്ച് 1000 രൂപയുടെ സാധനം ആ പ്രിയപ്പെട്ട സഹോദരൻ വാങ്ങുകയാണ്. ആ ഉമ്മ പറഞ്ഞ വീട്ടിലേക്ക് 1000 രൂപയുടെ സാധനങ്ങളുമായി കടന്നു ചെല്ലുകയാണ്. മല്ലിയുണ്ട്, മുളകുണ്ട്, പഞ്ചസാരയുണ്ട്, തേയിലയുണ്ട്, അരിയുണ്ട്, സർവ്വ വീട്ടാവശ്യത്തിനുള്ള ഒരു മാസത്തെ ചെറിയ ചെലവിനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ആ കുട്ടിയിട്ടുകൊണ്ട് ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ പ്രിയപ്പെട്ട ഉമ്മ അത്ഭുതപ്പെടുകയാണ്. ഉമ്മയോട് പറയുന്ന, ഞങ്ങൾ ദൂരത്തിൽ നിന്ന് വന്നവരല്ലേ, അതുകൊണ്ട് കഴിക്കാൻ എന്തെങ്കിലും ഉമ്മ ഉണ്ടാക്കണമെന്ന് പറയുമ്പോ വെറുതെ പറഞ്ഞതാണ്. അവിടെ എന്തൊക്കെ ഉണ്ടെന്നറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചതാണ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഉമ്മ കരയാൻ തുടങ്ങി. ചെന്ന സഹോദരങ്ങൾ അടുക്കളയിൽ കയറി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പറമ്പിലെ സഹോദരിമാര് ഗൗരവത്തോടെ ചിന്തിക്കണം. ചെന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ അടുക്കളയിൽ കയറി. അല്ലാഹുവേ, അവിടെ പച്ച ചക്കയുടെ കുറച്ച് ഇതളുകളാണിരുന്നത്, ചക്കയുടെ ഇതളുകൾ. അല്ലാഹുവേ, പടച്ചവനെ, അവര് ഭക്ഷണം വെച്ചിട്ട് ദിവസങ്ങളായി, അടുപ്പ് പുകഞ്ഞിട്ട് ദിവസങ്ങളായി. ആ പ്രിയപ്പെട്ട ഉമ്മയോട് അവർ
അവർ പറഞ്ഞു, ഇവിടെ ഭക്ഷണത്തിന് വേറൊന്നുമില്ലേ? അവര് പറയുന്നു, ചെറിയൊരു ആണിയിൽ തൂങ്ങിയിട്ടിരുന്ന കുറച്ച് കുത്തരി എന്ന് പറയുന്ന അസുഖം വരുമ്പോൾ കഞ്ഞി വെക്കുന്ന അരിയുണ്ടല്ലോ, അത് മാത്രമുണ്ട്. ആ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സഹായം ചെയ്ത് കണ്ണീരോടെ ഇറങ്ങി വരുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിം ഉമ്മ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ നാടിന്റെ വീടിന്റെ പരിസരത്തുണ്ടെന്ന് ഗൗരവത്തോടെ ചിന്തിക്കണമെന്ന. എല്ലാവർക്കും സന്തോഷവും ആനന്ദവും അല്ലാഹു എപ്പോഴും കൊടുക്കുന്നില്ല. എല്ലാവർക്കും ഭക്ഷണവും എല്ലാവർക്കും കൊട്ടാരവും അല്ലാഹു എപ്പോഴും കൊടുക്കുന്നില്ല. നിങ്ങളൊക്കെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കിയാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹത്തിന്റെ വില നിങ്ങൾക്ക് ബോധ്യമാകണമെന്ന് നബിതങ്ങൾ പറഞ്ഞത് ശരിയാണ്. അല്ലാഹുവേ, ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാർ ക്യാൻസർ രോഗമുള്ളവരെ കുറിച്ച് ചിന്തിക്കുക, നെഞ്ചുവേദന വരുന്ന മണിക്കൂറുകളോളം ബോധമില്ലാതെ കിടന്നവരെ കുറിച്ച് ചിന്തിക്കുക, തലയിൽ മുഴവന്നിട്ട് 6 മണിക്കൂറുകളോളം ബോധം കെടുത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്ത ട്യൂമറുന്ന മാരക രോഗം വന്നവരെ കുറിച്ച് ചിന്തിക്കുക. അപ്പോഴാണ് അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹത്തെ കുറിച്ച് ഓർമ്മ വരിക. ബഹുമാനപ്പെട്ട ഇമാമന വഹബ് റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് മഹാരഥന്മാരോടൊത്ത് ഇമാം വഹബ് റളിയല്ലാഹു തആല യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഉസ്താദുമാരോടൊത്ത് ശിഷ്യന്മാർ നടന്നുപോയ വലിയ പുണ്യം അവർക്ക് ലഭിക്കും, വലിയ നേട്ടം ലഭിക്കും. ഞാനിപ്പോ ആലിക്കുട്ടി ഉസ്താദിന്റെ കൂടെ അജ്മീർ പോയിട്ടുണ്ട്, ഉംറയ്ക്ക് പോയിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ സാധാരണ പോകുന്നതിനേക്കാൾ കൂടുതൽ. ആലിക്കുട്ടി ഉസ്താദിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, സലീം ഇർഫാനി ഉസ്താദ് ഇവിടെയുണ്ട്. അവിടെ ജാമിയയിൽ പഠിച്ച അദ്ദേഹത്തിന്റെ മധുരമുള്ള ഇൽമാൻ ബഹുമാനപ്പെട്ട സലീം ഇർഫാനി ഉസ്താദ് ഇവിടെ മനോഹരമായ സ്വഹീഹ് മുസ്ലിമിന്റെയും അതിന്റെ ശറഹുമായിട്ടൊരു കുറെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ സുന്നത്ത് ജമാഅത്തിന്റെ സ്വഹീഹായ ഹദീസുകൾ, ഇതൊരു വലിയ ഗ്രന്ഥമാണ്. ചിന്തിച്ചു നോക്കുക, അദ്ദേഹം കിതാബിൽ വളരെയധികം റെഫർ ചെയ്ത് കഷ്ടപ്പെട്ട് എഴുതി ഹദീസുകൾ എഴുതിയെടുത്തിട്ട് അതിനെ ഒരു കണ്ടന്റായി മാറ്റി വെച്ച് ഓരോ വിഷയത്തിനുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ദലീലുകൾ. ഇന്നതാണല്ലോ ഇറങ്ങിയ ചോദ്യമല്ലേ, അങ്ങനെ ഓരാമോ ഇങ്ങനെ ഓരാമോ മങ്കൂസ് ഓരാമോ മാല പാടാമോ വൈദ്യല്ലാമോ, സർവ്വതിന്റെയും സ്വഹീഹായ ഹദീസിന്റെ തെളിവുകൾ വെച്ചിട്ട് ഒരു വലിയ ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് മുന്തഖബാത്ത് എന്ന് പറയുന്ന ആ ഗ്രന്ഥം ഇവിടെ മുത്തഅലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും പിന്നെ അറബിയിൽ നല്ല കഴിവുള്ളവർക്കും ഒരുപക്ഷെ കഴിവില്ലെങ്കിലും ഹദീസ് വായിച്ചെടുക്കാൻ പറ്റുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാർക്കും ഒക്കെ ഉന്നതമായ പദവി അല്ലാഹു കൊടുക്കട്ടെ. സാധുക്കളായ നമ്മുടെ അജ്ഞതയും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഉസ്താദുമാരോടൊക്കെ യാത്ര ചെയ്യുമ്പോൾ വലിയ പുണ്യം, വലിയ ബറക്കത്ത് ലഭിക്കും. അല്ലേ? എല്ലാ ഉസ്താദുമാർക്കും അപാരമായ കഴിവാണ്. ഇപ്പോഴത്തെ ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഉസ്താദന്മാരെ കണക്കല്ല. പണ്ടത്തെ ഉസ്താദന്മാർക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല, പള്ളിക്കകത്ത് ഇങ്ങനെ നിൽക്കറി. ഇപ്പൊ മുത്തഅലിമീങ്ങൾക്ക് പറഞ്ഞാൽ എല്ലാ ലൈസൻസും ഹെവി ലൈസൻസും വരെ കയ്യിലുള്ളവരാ. ഡിഗ്രി എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ മേഖലയിലും കഴിവുള്ളവരാണ്. അല്ലേ? കുറെ സർവ്വ വിദ്യാഭ്യാസം. പണ്ട് നമ്മളൊരു ഉസ്താദിനെ കുറിച്ച് ഓർത്തു പോവാണ്. ഉസ്താദിനെ ലോറി ഉദ്ഘാടനത്തിന് വിളിക്കാൻ വേണ്ടി വന്നൊരു രംഗം ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുകയാണ്. പാവമാണ്, നല്ല മനുഷ്യനാണ്, സൂഫിയായ മനുഷ്യനാണ്. എന്ത് കാര്യവും ആ നാട്ടുകാരെ ചെയ്യിപ്പിക്കുന്നത് അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടാണ്. ആ നാട്ടിലെ പ്രധാനപ്പെട്ട മഹല്ല് സെക്രട്ടറിയുടെ മകൻ ഒരു വലിയൊരു ലോറി എടുത്തിട്ട്, അപ്പൊ ലോറിയിൽ മണ്ണും കല്ലും ഒക്കെ അടിക്കുമ്പോൾ നല്ല ലാഭം കിട്ടും, നല്ല ബിസിനസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വാപ്പ പറഞ്ഞ മോനെ ഉസ്താദിനെ കൊണ്ടുതന്നെ ആവട്ടെ. ഉസ്താദ് തുടങ്ങിയൊന്നും പരാജയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉസ്താദിന്റെ അടുത്തോണ്ട് ചെന്നപ്പോൾ ഉസ്താദ് ഫാത്തിഹ ഓതി വണ്ടിക്ക്, മോനെ ഞാൻ കയറി ഒരു ഫാത്തിഹ ഓതാണെന്നൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു ഉസ്താദിന്റെ ആഗ്രഹമാണ് ഉസ്താദ് ഒന്ന് ഓടിക്കണം. സുബ്ഹാനല്ലാഹ്, ഉസ്താദിന് ലൈസൻസ് ഒന്നുമില്ല, ഉസ്താദിനെ ഓടിക്കാൻ അറിയില്ല. ആദ്യമായിട്ടാണ് ഈ ഭണ്ഡാരത്തിന്റെ മോളിൽ കയറിയിരിക്കണേ. ലോറി കയറാനൊക്കെ വലിയ പാടാ. ഉസ്താദ് പറഞ്ഞു മക്കളെ അത് ഉസ്താദ് അറിയില്ല എന്ന് പറഞ്ഞില്ല, സങ്കടമല്ലേ, മോൻ ഓടിച്ചോ, ഞാൻ ദുആയൊക്കെ ചെയ്തല്ലോ, ഉസ്താദ് ഓതിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, മക്കൾ ഓടിച്ചോ മതി പുണ്യം. അതല്ല ഉസ്താദ് അങ്ങനെ പറയരുത് ഉസ്താദ് എന്ന് പറഞ്ഞ ഞങ്ങളാ. ഉസ്താദ് ഓടിച്ച പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് വേണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നിർബന്ധിക്കല്ലേ. ചായ വാങ്ങിച്ച് ഉസ്താദ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് കയറിട്ട് ഒരു പോക്കങ്ങ് പോയി. 3 മതിൽ ഒരുപോലെ മറിഞ്ഞങ്ങ് പോയി. അതങ്ങനെ വീണ് പോയപ്പോ ഇവനാകെ ടെൻഷനായി. ഉസ്താദിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ നാട്ടുകാരെന്നെ കൊല്ലും, ലോറിയല്ല പ്രശ്നം.
ഓരെ നമുക്ക് പണി ചെയ്യാലോ. ഉസ്താദിനും എല്ലാം പറ്റി. ഉസ്താദ് പറഞ്ഞു എനിക്ക് പറ്റിയതൊന്നും വിഷമല്ല മോനെ, മോന്റെ ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് പുതിയ വണ്ടി ഇങ്ങനായി പോയല്ലോ. അപ്പൊ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞെന്താണെന്നറിയോ, ഇനി ഈ വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല മോനെ, എല്ലാ ഇടി ഇന്നത്തോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ഇടിക്കില്ല, റാഹത്തായിട്ട് മുമ്പ് വയ്ക്കോ. കാരണം എന്തറിയോ, അപ്പൊ അന്ന് പഴയ കാലത്തെ ഉസ്താദുമാരും ഇൽമു പഠിക്കുന്നതിൽ നിന്നും മാറി ഒരു അണുകിട വേറെ ഒരു കാര്യത്തിനും പോകില്ലായിരുന്നു, ഒരു കാര്യത്തിനും പോകില്ല. അത് തന്നെ എത്ര ഗുരുനാഥന്മാരെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. നമ്മുടെ നാദാപുരത്തും തലശ്ശേരിയിലും പാനൂരും ഈ ചെറുപ്പറമ്പിലും ഒക്കെ എത്രയോ ഗുരുവര്യന്മാര്. അള്ളാഹുയുടെ ഗുരുത്വം നമുക്ക് തരട്ടെ, അവിടെ ഗുരുത്വം നമുക്ക് തരട്ടെ. അവര് എൽമു പഠിപ്പിച്ചു കൊടുത്ത സ്റ്റേജിൽ നിൽക്കാൻ 1% പോലും യോഗ്യത എന്റെ പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവനില്ല. തീർത്തും അങ്ങനെ തന്നെ പറയാൻ കാരണം എന്നറിയോ, അവരൊക്കെ വലിയ വലിയ മഹത്വത്തിന്റെ ഉടമ. നമ്മളെ പോലൊന്നും അല്ലവര്, അവരാരും നമ്മളെ പോലല്ല. അപ്പോ ഇന്നാണെങ്കിൽ അതിലൊക്കെ വലിയ കഴിവുള്ള ആലിമീങ്ങളുണ്ട്. കഴിവ് വേണ്ടതല്ല, എല്ലാ കഴിവും വേണം. എല്ലാ മേഖലയിലും എന്റെ പ്രിയപ്പെട്ട ഉലമാക്കൾ എത്തണം. ഒരിക്കലും നമ്മൾ താഴ്ന്നിരിക്കാൻ പാടില്ല. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കരുത്തും കഴിവും ഉണ്ടാകണം. തിരുവനന്തപുരത്ത് ഞാൻ ഓർത്തു പോകുന്നു, തിരുവനന്തപുരം ടൗണിലെ അട്ടക്കുളങ്ങര ജുമാ മസ്ജിദ്, ഞാൻ അവിടെ ഒരു 3 വർഷം ഖത്തീബായിരിക്കുന്നതിന് മുമ്പ് ഒരു പ്രിയപ്പെട്ട ഉസ്താദ് അവിടെ ഒരു ഖത്തീബായി വന്നിരുന്നു. അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ വലിയൊരു പണ്ഡിതൻ തന്നെയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ വലിയ പണ്ഡിതൻ തന്നെയാണ്. അപ്പോ അദ്ദേഹം അന്ന് പ്രസംഗത്തിൽ കുറച്ച് ഇംഗ്ലീഷൊക്കെ കിടത്തിയിട്ട് എല്ലാ ആഴ്ച നല്ല സുന്നത്ത് ജമാഅത്തിന്റെ പറയും. അന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പറഞ്ഞു, പക്ഷേ അദ്ദേഹം ഒരു മോശക്കാരനല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പഠിച്ച കുറച്ച് കഴിവുകളൊക്കെ അവിടെ പ്രകടമാക്കി. അപ്പൊ 2-3 പുത്തനാശയക്കാരായ ചില ആളുകളുണ്ടല്ലോ, അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ആനുകാലികം പറഞ്ഞ മുസ്ലിയാർ വളരെ സ്റ്റാൻഡേർഡാണ്, നമ്മുടെ സംഘടനക്കാരാണെന്ന് തോന്നുന്നല്ലോ. ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ മുസ്ലിയാർ വെറും സുന്നി അല്ല, ഇച്ചിരി തരികിടൊക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടാവും ചില ആളുകൾക്ക്. അപ്പോ റൂമിലേക്ക് വന്നു ഈ മുസ്ലിയാരെ ഒന്ന് കാണാൻ വേണ്ടി 1-2 അവിടുത്തെ പുത്തൻവാദികളൊക്കെ. അസ്സലാമു അലൈക്കും സാർ, ഞാൻ ഇത്രയും കാലം ഉണ്ടായിട്ട് നിങ്ങളാരും കണ്ടില്ലല്ലോ. ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സാർ പറഞ്ഞു, എനിക്കടാ എത്താനെന്ന് പറഞ്ഞു, നിന്നെ പോലുള്ളവരുടെ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇവന്മാര് വരും, കറക്റ്റ് റൂമിൽ വരും തന്നെ അറിയാം. വേറൊരിക്കൽ ഇംഗ്ലീഷിൽ റൂമിനകത്ത് വന്നിട്ട് ഭയങ്കര സംസാരമാണ്. ഉസ്താദിന്റെ പ്രസംഗം ഉസ്താദ് തിരിച്ച് ഡബിൾ ഇംഗ്ലീഷ് പറഞ്ഞപ്പോ അന്ന് ശരി ഇറങ്ങട്ടെ ഉസ്താദ്, അസ്സലാമു അലൈക്കും. അവൻ വിചാരിച്ചു മൊയിലാരി വെറും വട്ടപൂജയാന്ന് കരുതിയതാ. ഇതൊക്കെ പഠിച്ചിരിക്കണം എന്റെ മുത്താലിമീൻ. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ പ്രിയപ്പെട്ട സംഘാടകരും ഇവിടുത്തെ ഗുരുനാഥന്മാരും നിങ്ങൾക്ക് അതിനുള്ള വഴി തെളിച്ചു തരും, അത് ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഗുരുനാഥന്മാരോടൊപ്പമുള്ള യാത്ര ഒരു അനുഭവമാണ്, ഒരു പഠനം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അവിടെ വെച്ച് ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഇവിടെ വെച്ച് ഉസ്താദ് അങ്ങനെ പറഞ്ഞു, നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അതുപോലെ മഹാനായ ഇമാം വഹബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ കുറെ ശിഷ്യഗണങ്ങൾ യാത്ര ചെയ്ത സംഭവം അദ്ദേഹം പറയാണ്. മഹാനായ ഇമാം വഹബ് റളിയല്ലാഹു അൻഹുവിനോട് യാത്ര ചെയ്തപ്പോൾ കമ്പോളത്തിൽ ഇങ്ങനെ കിടന്നപ്പോൾ ബഹുമാനപ്പെട്ട വഹബ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അൽഹംദുലില്ലാഹ് ശിഷ്യഗണങ്ങൾ ചോദിച്ചു, സാറേ നിങ്ങൾ എന്തിനാ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? ബഹുമാനപ്പെട്ടവര് വിരജോടിയിട്ട് ഒരു കടയുടെ മുമ്പിലിരിക്കുന്ന മുഖം മുഴുവനും വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ, ശരീരം മുഴുവനും വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്. ആ സമയത്ത് ശിഷ്യന്മാരെ ചോദിച്ചു, സാറേ ഇത്രത്തോളം വലിയ രോഗിയെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് അൽഹംദുലില്ലാഹ് പറയുന്നത്? അല്ലാഹു അവർക്ക് കൊടുത്ത വലിയ അദാബല്ലേ, അത് കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് അൽഹംദുലില്ലാഹ് പറയുന്നത്? ചെറിയ ചെറിയ ഈച്ചയും പ്രാണിയുമൊക്കെ ആ രോഗിയുടെ ശരീരത്തിന്റെ വ്രണം പൊട്ടിയ ജലത്തിന്റെ രക്തത്തിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട വഹബ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങുകയാണ്. കരഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്ന മക്കളെ, ഞാൻ എന്തിനാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞതെന്നറിയുമോ? നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കുക, നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കുക. അല്ലാഹു എന്റെ മുഖത്ത് തന്നിരിക്കുന്ന സൗന്ദര്യം കണ്ടില്ലേ? അല്ലാഹു എന്റെ മുഖത്ത് തന്നിരിക്കുന്ന ഭംഗി കണ്ടില്ലേ? എന്റെ മുഖം അല്ലാഹു തന്ന സൗന്ദര്യമല്ലേ? എന്റെ ശരീരം അല്ലാഹു തന്ന ആരോഗ്യമല്ലേ? എന്റെ ഈ മുഖവും എന്റെ ഈ ഭംഗിയും ഒക്കെ അല്ലാഹു എനിക്ക് തരുമ്പോ ആ മനുഷ്യനൊന്നും അല്ലാഹു കൊടുത്തില്ലല്ലോ, ആ മനുഷ്യനൊന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്കതൊന്നും തരാത്ത അല്ലാഹ് അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ പറയുകയാണെന്ന് വഹബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. പക്ഷെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു മനുഷ്യൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതാണ്. എന്തുകൊണ്ടാണ് ഔഷാദ് വാതിൽ പ്രസംഗം തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് അൽ വാഹിദുൽ ഖഹാർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ അല്ലാഹു ഒരു മനുഷ്യനെ നിശ്ചയിക്കുന്നത് അവൻ അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യമാണ്, അവൻ അല്ലാഹു കൊടുക്കുന്ന മഹാഭാഗ്യമാണ്. അത് ഏത് രീതിയിൽ ചിത്രീകരിച്ചാലും എന്തൊക്കെ ആരോപണങ്ങൾ പറഞ്ഞാലും ആ ഒരു സൗഭാഗ്യം അല്ലാഹു കൊടുത്തിരിക്കുന്ന കാലത്തോളം അവനെ തൊട്ടുനോക്കാൻ പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു തലതൊട്ടപ്പനും അല്ലാഹു കഴിവ് കൊടുക്കൂല. അത് അല്ലാഹുവിന്റെ മഹാഭാഗ്യമാണ്. നന്മ പറഞ്ഞു കൊടുക്കുക, നസീഹത്ത് പറഞ്ഞു കൊടുക്കുക, സുന്നത്ത് ജമാഅത്ത് പറയുക, നല്ല ശബ്ദം കൊടുക്കുക, നല്ല കഴിവ് കൊടുക്കുക, അതൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് പ്രസംഗത്തിന് മുമ്പ് അൽഹംദുലില്ലാഹ് 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 എന്ന് തുറന്നു പറയുന്നത്. അതുപോലെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ അൽഹംദുലില്ലാഹ് പറയുന്നത് അല്ലാഹുവിന് വളരെ ഇഷ്ടമാണ്. കാരണം അവൻ അല്ലാഹു കൊടുത്ത അനുഗ്രഹത്തിന്റെ പേരിൽ അവൻ രേഖപ്പെടുത്തുന്ന നന്ദിയായതുകൊണ്ട് അത് പടച്ചതമ്പുരാന് വല്ലാത്ത സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു ദിവസം നീ എത്ര അൽഹംദുലില്ലാഹ് പറയണം മോനെ, ഒരു ദിവസം എത്ര അൽഹംദുലില്ലാഹ് പറയണം മോനെ. കുടിക്കുന്ന വെള്ളത്തിൽ വിഷമല്ലേ, കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷമല്ലേ, പച്ചക്കറികളിൽ വിഷമല്ലേ, ശ്വസിക്കുന്ന വായുവിൽ പോലും വിഷമല്ലേ. ആ രോഗാണുക്കളും നിന്റെ ശരീരത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി തരാത്തറപ്പേ അൽഹംദുലില്ലാഹ് നിനക്കാണ് സർവസ്തുതിയുമെന്ന് അഭിമാനത്തോടെ പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിയട്ടെ ഇന്ന് മുതൽ ജീവിതത്തിൽ ഏറ്റവും അധികം ദിക്ർ പറയുന്നത് അൽഹംദുലില്ലാഹ് എന്ന ദിക്റാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഉറക്കമാകുന്ന മരണമാകുന്ന ഉറക്കത്തിൽ നിന്ന് രാവിലെ ഉണരുമ്പോ ആദ്യം പറയേണ്ടതെന്താ? കോഫി കൊണ്ടുവരാനല്ല, സമയം ഒരുപാടായല്ലോ, ഓഫീസിൽ പോകാൻ സമയം കഴിഞ്ഞല്ലോ എന്നല്ല, വാക്കിങ്ങിന് ഇറങ്ങിയില്ലല്ലോ, എക്സസൈസ് ചെയ്തില്ലല്ലോ എന്നല്ല, കണ്ണു തുറന്ന ഉടനെ പറയേണ്ടത് അൽഹംദുലില്ലാഹ് الذي أحيانا بعدما أماتنا وإليه النشور. മരണത്തിൽ നിന്ന് ജീവിപ്പിച്ചു കൊണ്ടുവന്ന അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. മറക്കല്ലേ, പറയാൻ മറക്കല്ലേ, പറയാൻ മറക്കല്ലേ. ഒരുപോലെ കടക്കാൻ കഴിയാത്ത രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലും വീട്ടിലെ പരിസരത്തുമുണ്ട്. മറക്കല്ലേ. സഅദി ശിറാസിയുടെ ഒരു കഥ നിങ്ങൾക്ക് കേൾക്കണമോ? എഴുത്തുകാരനാണ്, ചിന്തകനാണ്, പ്രബോധകനാണ്, പ്രഭാഷകനാണ്, അറിയപ്പെട്ട വാഗ്മിയാണ് സഅദി ശിറാസി. ആ മഹാനുഭാവനൊരിക്കൽ ഡമസ്കസിലെ പള്ളിയിലേക്ക് മരുഭൂമിയിലൂടെ നടന്നു പോകുകയാണ്. ഡമസ്കസിലുള്ള ഇബാദത്തിനുള്ള പള്ളിയിലേക്ക് മരുഭൂമിയിലൂടെ സഅദി ശിറാസി നടന്നു പോകുകയാണ്. ആ സമയത്ത് സഅദി ശിറാസിക്ക് രണ്ട് ചെറിയ ചെരുപ്പുണ്ടായിരുന്നു. ആ രണ്ട് ചെരുപ്പിന്റെ വാറുകൾ അങ്ങ് പൊട്ടിപ്പോയി. മരുഭൂമിയുടെ ചുട്ടുകൊള്ളുന്ന ദിവസം മരുഭൂമിയുടെ ചുട്ടുകൊള്ളുന്ന മണൽ കാലിൽ തട്ടിയപ്പോ സഅദി ശിറാസിക്ക് പടച്ചവനോട് വെറുപ്പ് തോന്നിപ്പോവുകയാണ്. അള്ളാഹുവിനോടൊരു അനിഷ്ടം തോന്നുകയാണ്. എന്തിനാണ് പടച്ചവനെ, എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഈ സമയത്തിന്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയാൽ ഈ മരുഭൂമിയിലൂടെ നിന്റെ പാവപ്പെട്ട അടിമ എങ്ങനെ നടക്കും തമ്പുരാനെ? ആ ഒരു ദോഷവും ദേഷ്യവും സഅദി ശിറാസി പ്രകടിപ്പിച്ചു. അങ്ങനെ വേച്ച് നടന്ന് കാല് പൊള്ളി തകർന്ന് സഅദി ശിറാസി ഡമസ്കസിലെ പള്ളിയിലെത്തി തളർന്നിരുന്നു. പള്ളിക്കകത്തൊരു ശബ്ദം കേട്ടപ്പോ ജനാലയിലൂടെ സഅദി ശിറാസി പള്ളിക്കകത്ത് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പള്ളിക്കകത്ത് രണ്ട് കാലും നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്ന രംഗം കണ്ട് സഅദി ശിറാസി കരയാൻ തുടങ്ങി. രണ്ട് കാലുമില്ല, അയാള് നമസ്കരിക്കുകയാണ്. സഅദി ശിറാസി പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു എന്നോട് പൊറുക്കണേ അല്ലാഹ്. എന്റെ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയപ്പോ എനിക്ക് നിന്നോട് വെറുപ്പ് തോന്നി തമ്പുരാനെ. എന്നാൽ ആ രണ്ട് കാലും
നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ നിന്നോട് വെറുപ്പില്ലാതെ നിസ്കരിക്കുന്നല്ലോ അല്ലാ. അപ്പൊ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് ഞാനാണല്ലോ അല്ലാ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളെ മനസ്സിൽ കരുതിയിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പറമ്പിൽ വന്നവരെ മനസ്സുകൊണ്ട് നിങ്ങളൊരു അൽഹംദുലില്ല പറയുക. 3 മാസം കൊണ്ട് ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാർ ഇന്ന് മൊബൈലിലൂടെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെന്ന ചെറുപ്പറമ്പിൽ വരുമ്പോൾ ദുആ അരക്കണേ. 3 മാസം കൊണ്ട് എന്റെ ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ശരീരത്തിലുള്ള ബ്ലഡ് കേടാണ്. വേറെ ബ്ലഡ് കയറ്റിയാൽ 3 ദിവസം കൊണ്ട് ആ ബ്ലഡും കേടാവുകയാണ്. അണുക്കൾ നിറഞ്ഞു പോരാ. എന്റെ ശരീരം കൊണ്ട് ഇനി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, സിനിമയും കളിയും ചിരിയും തമാശയും കള്ളും പെണ്ണും കഞ്ചാവും അശീശും കറുപ്പുമായിട്ട് അല്ലാഹു തന്ന ആരോഗ്യത്തെ നശിപ്പിക്കാൻ ഇറങ്ങി നടക്കുമ്പോ കുഞ്ഞുമോനെ നീ ഓർക്കുക, അല്ലാഹു പറയുന്നു അനിസ്കുറുലീ, നിങ്ങൾ എനിക്ക് നന്ദി രേഖപ്പെടുത്തുക. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾക്കിടയിൽ അല്ലാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട നന്ദിയുള്ള അടിമ ആരെന്നറിയുമോ? നിങ്ങൾക്കിടയിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട നന്ദിയുള്ള അടിമയാരാ? ഈ ചെറുപ്പറമ്പിന്റെ ജമാലിയാട് മുമ്പത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിടയിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട നന്ദിയുള്ള അടിമയാരാണ്? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്നല്ലാഹു യർളാ ലിൽ അബ്ദി യഅകുലു ലക്കലത വയഹ്മദു അലൈഹാ ഔ യശ്റബു ശുർബത വയഹ്മദു അലൈഹാ. ഒരു നുള്ളു ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. ഒരു അല്പം വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. ഇവർ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ബിസ്മി പറയാനും അൽഹംദുലില്ലാ പറയാനും മറന്നു പോകരുത്, മടി വിചാരിക്കരുത്, അലസരാകരുത്. ഭക്ഷണം അല്ലാഹു കൊടുക്കാത്ത എത്രയോ ആളുകളുണ്ട്. ഫലസ്തീനിലെ അടുത്ത് പുറത്തിറങ്ങിയ ഒരു ചിത്രം നിങ്ങൾ കണ്ടില്ലേ? ഒരു ഫൈൽ ചിത്രം നിങ്ങൾ കണ്ടില്ലേ? അല്ലാഹുവേ, ഇസ്രായേലി പട്ടാളക്കാരന്റെ ബൂട്ടേറ്റുകൊണ്ട് മരിച്ചുപോയ പ്രിയപ്പെട്ട വാപ്പയുടെ യതീമായ മക്കള് വെള്ളമില്ലാതെ, വെള്ളം കുടിക്കാനില്ലാതെ, നിഷേധിക്കപ്പെട്ട കാരുണ്യത്തിന്റെ ഒരു തുള്ളിക്ക് വേണ്ടിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി നടന്നു പോകുന്ന ഒരു സാധുവായ പാവപ്പെട്ട സഹോദരൻ, സുബ്ഹാനല്ലാഹ്, ഒരു പ്രിയപ്പെട്ട കുഞ്ഞുമോനാണ്. തുരുമ്പ് പിടിച്ച പൈപ്പിന്റെ മുമ്പിൽ നാവ് നീട്ടിയിട്ട് ഇറ്റ് വീഴുന്ന ഒരു തുള്ളിക്ക് വേണ്ടി നാവ് നീട്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞു പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവേ, നമുക്ക് ആ ഒരു ഗതികേട് വരുത്തല്ല അല്ലാ, ആ ഒരു ഗതികേട് വരുത്തല്ല അല്ലാ. നമ്മൾ അല്ലാഹുവിനോട് നന്ദിയുള്ളവരായാൽ അവസാന സമയത്ത് അല്ലാഹു നമ്മളോട് നന്ദി കാണിക്കും. ദാഹം ഔത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, സമയം ലൈനവനാട്ടുവാൻ ബദരീകളാൽ തുണറബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സമയത്താണ് പടച്ചവന്റെ കാരുണ്യം നമുക്ക് ഏറ്റവും അധികം വേണ്ടത്. അല്ലാഹുവേ, പടച്ചവനെ, ഒരു 2 വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്തിന്റെ പരിശുദ്ധിയോടെ ചെറുശ്ശേരി ഉസ്താദ് മരണപ്പെട്ട് കിടന്ന് പൂമുഖം നിങ്ങൾ കണ്ടില്ലേ? കൊതിക്കണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആർത്തിയോട് ആഗ്രഹിക്കണം മുസ്ലിം ഉമ്മത്തെ. നല്ല പ്രഭയുള്ള പ്രകാശമുള്ള ഒരു മുഖത്തോടെ മരിക്കാൻ നിങ്ങൾ കൊതിക്കുക. ആ സമയത്ത് അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യം വേണമെങ്കിൽ തിരിച്ചല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയായി മാറാൻ നമുക്ക് കഴിയണ്ടേ? നന്ദി കാണിക്കുന്ന ഒരു അടിമയായി മാറാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണ്ടേ? അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും അധികം നന്ദിയുള്ള ഒരു ജീവിയെ ഖുർആൻ പറയുന്നുണ്ട്. ഏറ്റവും അധികം നന്ദിയുള്ള ഒരു ജീവിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഏത് ജീവിയാണെന്ന് നിങ്ങൾക്കറിയുമോ? ആ ജീവിയെ കുറിച്ച് പറഞ്ഞിട്ട് ഖുർആൻ അതിന്റെ സമാപനം പറയുന്നു, മനുഷ്യൻ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. ആ പറഞ്ഞ വിഭാഗത്തിൽ പടച്ചവനെ
പടച്ചവനെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല അല്ലാ, ആ പറഞ്ഞ വിഭാഗത്തിന് നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല അല്ലാ. ഇവിടുത്തെ അവസ്ഥ ഞാനെന്ന് പറയാം. മനസ്സലക്ക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇൽമു പഠിക്കുന്നതിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, നീ ആലിമാകണം, ഇല്ലെങ്കിൽ മുതഅല്ലിമാകണം, ഇല്ലെങ്കിൽ ഇൽമു പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവനാകണം, ഇല്ലെങ്കിൽ ഇൽമിന്റെ അഹ്ലുകാരെ ഇഷ്ടപ്പെടുന്നവനാകണം. ഉലമാക്കളൊക്കെ ഗൾഫിൽ പോകുമ്പോ പ്രവാസികൾ ഇങ്ങനെ എയർപോർട്ടിൽ വന്ന് കാത്തിരിക്കുന്നു കാണാനും മുസാഫഹത്ത് ചെയ്യാനും. നമ്മുടെ നാട്ടിൽ വലിയ അറിയപ്പെട്ട ഉലമായെത്തിയാൽ നമ്മളെല്ലാവരും ചെന്ന് മുസാഫഹത്ത് ചെയ്യുന്നതെന്തിനാണ്? ആ ഇൽമിന്റെ കൊട്ടാരം മനസ്സിന്റെ ഉള്ളിലുള്ളപ്പോൾ അവരുടെ കയ്യിൽ തൊടുന്നതും അവരുടെ മുസാഫഹത്തും അവർ തരുന്നതൊക്കെ ബറക്കത്തും പുണ്യവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിന് പവർ ഉണ്ടായത്. നബി തങ്ങൾ പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, ഞാൻ ഇൽമിന്റെ കൊട്ടാരമാണെങ്കിൽ അതിന്റെ കവാടം, ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിന്റെ കവാടം അലിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർക്ക് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ഡയറക്റ്റ് നോക്കാൻ വരെ പേടിയായിരുന്നു. ഇൽമുള്ളത് കൊണ്ടാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ മുഖത്ത് ധൈര്യത്തോടെ നോക്കി എത്ര ആലിമീങ്ങൾ കേരളത്തിലുണ്ട്. പേടിയല്ലേ, പേടിയല്ലേ, അവർ ഇൽമിന്റെ കൊട്ടാരമായിരുന്നില്ലേ. അല്ലാഹുവേ, അല്ലാഹുവേ, ആ ഇൽമിന്റെ പുണ്യം ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഇൽമില്ലാത്തവരാണ് നമ്മൾ, ഒന്നും പഠിക്കാത്തവരാണ് നമ്മൾ, ഒന്നും അറിയാത്തവരാണ് നമ്മൾ, ഒന്നും നമ്മുടെ കൈവശമില്ലാത്തവരാണ്. നിങ്ങൾക്കറിയോ, 10 കൊല്ലം പഠിച്ചാലും ബൈളാവി ഓതി തീർക്കാൻ പറ്റൂല. ഞങ്ങളൊക്കെ 3 കൊല്ലം വലിയൊരു ബാഖിയാത്ത് സ്വാലിയാത്തിൽ പഠിച്ചാലും എന്റെ പ്രിയമുള്ളവരെ, തഫ്സീർ ബൈളാവി എന്ന് പറയുന്ന ഖുർആനിന്റെ അറബി കോളേജിൽ പഠിക്കുന്ന ഒന്നാമത്തെ തഫ്സീറിന്റെ ഫാത്തിഹ പോലും 3 കൊല്ലം കൊണ്ട് അവിടുത്തെ ഉസ്താദുമാർക്ക് പഠിപ്പിച്ചു തീർക്കാൻ കഴിയൂല. അത്ര സാഗരമാണ് ഇൽമ്. ആ ഇൽമ് പറയുന്നതും കേൾക്കുന്നതും ഒക്കെ പുണ്യമാണ്. അങ്ങനെയുള്ള വലിയ അനുഗ്രഹം ചരുപ്പറമ്പിന്റെ നെഞ്ചത്ത് അല്ലാഹു നിങ്ങൾക്ക് ജമാലിയ എന്ന പേരിൽ സമ്മാനിച്ചല്ലോ. അതിന് തിരിച്ച് നിങ്ങൾ കാണിച്ച നന്ദി എന്താണ്? അതിനെ നിങ്ങൾ വളർത്തി, അതിനെ 2 നിലയാക്കി. ഇവിടുത്തെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് സന്തോഷം കൊടുത്തു. അവർ കരയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അവിടെ ഇൽമു പഠിക്കുന്നവർ, ഹിഫ്ള് പഠിക്കുന്നവർ, അവർ കരയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഉസ്താദേ, അവർ കരയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അവർക്ക് വസ്ത്രമായി, ഭക്ഷണമായി, അതിനുവേണ്ടി എന്തിനും ത്യാഗം ചെയ്ത് രംഗത്ത് വന്നവരെ, ഇതിവിടുത്തെ സംഘാടകർക്ക് അവകാശപ്പെടാനുള്ളതല്ല, ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ വളർത്തിയത് നിങ്ങൾക്കുള്ളതാണ്. തീർച്ചയായിട്ടും പച്ചമണ്ണിൽ നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവച്ചെല്ലാവരും പിരിഞ്ഞു നോക്കുമ്പോ നിങ്ങളുടെ ഇമാം ആരെന്ന് ചോദിക്കുമ്പോൾ അവിടെ അറിയാതെ നിങ്ങളുടെ നാവ് പറഞ്ഞു പോ, വൽ ഖുർആനു ഇമാമീ, എന്റെ ഇമാമ ഖുർആനാണ്. അല്ലാഹുവേ, ഈ പാവപ്പെട്ടവൻ എന്റെ ചെറിയ വീട്ടിൽ നിന്ന് മദ്രസ സമസ്തയുടെ സിലബസ് 7ാം ക്ലാസ്സിലെ പുസ്തകവും എടുത്ത് കവർനകത്തിട്ട് ഞാൻ പഠിച്ച ദറസിലേക്ക് പോകുമ്പോ ഒറ്റ മുണ്ടും ഒറ്റ ഷർട്ടും മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. പടച്ചവനെ, ആ നാട്ടുകാർ ഭക്ഷണം തന്നു, അവര് വസ്ത്രം വാങ്ങി തന്നു. ഒരു പെരുന്നാളിന് വീട്ടിലേക്ക് തിരിച്ചു പോകാറ് ദറസിന്റെ മുറ്റത്തിരുന്നപ്പോ ഒരിക്കൽ ചോദിച്ചതാണ്, വീട്ടിലേക്ക് പോകുന്നില്ലേ? വീട്ടിൽ പോകുമ്പോ പെരുന്നാളല്ലേ, പുതിയ വസ്ത്രമില്ലെങ്കിലും ഉപ്പാക്ക് സങ്കടമാണെന്ന് പറഞ്ഞപ്പോ പുതിയ വസ്ത്രം എടുത്തു തന്ന് എന്നെ വീട്ടിൽ കൊണ്ടാക്കി. ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഡ്രസ് എടുത്തു കൊടുത്തു. എന്റെ ചെറിയ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയവരെ ഇത്രയും വർഷം കഴിഞ്ഞ് ഇന്ന് ചരിത്രത്തിന്റെ ജമാലിയാടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഞാൻ മറന്നിട്ടില്ല ചെറുപ്പക്കാരാ, ഞാൻ മറന്നിട്ടില്ല മുത്തഹ്ലിമീങ്ങളെ, ഞാൻ മറന്നിട്ടില്ല ഉമ്മ പെങ്ങന്മാരെ. നിങ്ങളുടെ ഒരു 1000 രൂപ കൊണ്ട് ഇവിടുത്തെ സ്ഥാപനത്തിന് 2 കല്ലെടുത്ത് വെക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനെല്ലാം പണം ചെലവഴിച്ചവരാ, എത്രയോ പൈസ നിങ്ങൾ മുടക്കിയവരാ, എത്രയോ ആവശ്യത്തിനും അനാവശ്യത്തിനും ചെലവഴിച്ചവരാ. അതിൽ നിന്ന് ഒരു ഭാഗത്ത് സിമന്റ് വാങ്ങി ജമാലിയാടെ 3ാമത്തെ നിലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ് നേട്ടം തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഇപ്പൊ തോന്നും, ഉസ്താദ് പൈസ ചോദിക്കാൻ പോവുകയാണ്, ശരിയാണ്, പക്ഷേ നിങ്ങൾ തരില്ല
ഉറപ്പിച്ചവർ ഒരിക്കലും തരില്ല എന്ന് എനിക്കറിയാം. നിങ്ങളിപ്പോ ചിരിക്കും ചിലര്, പൈസ ഞങ്ങൾ തരൂല, അത് കേട്ട് ഞങ്ങൾ പോകും. ഒരു നാണയത്തൊട്ട് പോലും അങ്ങനെയുള്ളവരുടെ പൈസ ഈ സ്ഥാപനത്തിന് വേണ്ട. ഈ സ്ഥാപനത്തിന് വേണ്ടത് കഷ്ടപ്പെട്ട് സമ്പാദിച്ചവരുടെ പണമാണ്, പൈസയെ സ്നേഹിക്കുന്നവരുടെ പണമാണ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ എനിക്ക് പ്രതിഫലം വേണം. ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞാൽ എന്റെ പോക്കറ്റിലുള്ളത് മുഴുവനും എന്റെ ബന്ധുമിത്രാദികൾ എടുത്തു കൊണ്ടുപോകുമെന്ന് പൂർണ്ണമായ ഉറപ്പുള്ളവരുടെ സ്വതക്കയാണ്. അല്ലാഹുവേ, നീ വിജയം കൊടുക്കണേ അല്ലാ, നീ വിജയം കൊടുക്കണേ അല്ലാ. ഇഹപരലോക വിജയത്തിന് ബിസിനസിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സഹോദരൻ ഖത്തറിൽ നിന്നും 3ാമത്തെ നിലയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി 1 ലക്ഷം രൂപ സംഭാവന അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഖുർആൻ പറഞ്ഞ നന്ദി, ഏറ്റവും അധികം നന്ദിയുള്ള ഒരു മൃഗം. നിങ്ങൾ പറയും ആടാണ്, നായയാണ്, ഒട്ടകാണെന്നൊക്കെ പറയാം. അതൊന്നുമല്ല. ഖുർആൻ ഒരു ജീവിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ആ ജീവിയുടെ രൂപവും മനുഷ്യന്റെ രൂപവും തമ്മിൽ താരതമ്യപ്പെടുത്തി ഒരു ചെറിയ ചരിത്രവും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അതിനു മുമ്പ് ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് സഹകരിച്ച് നല്ല കാര്യമായിട്ടൊന്ന് ആമീൻ പറയണം. 1 ലക്ഷം രൂപ സഹോദരന്റെ ബിസിനസ്സിൽ നിന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ മാറ്റിയത് ഇതിന്റെ 3ാമത്തെ നിലയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, എല്ലാവരും ആമീൻ പറയുക. മുത്തഅല്ലിമീങ്ങളുണ്ട്, മുത്തഖീങ്ങളുണ്ട്, മുഖ്ലിസീങ്ങളുണ്ട്. അല്ലാഹുവേ, സഹോദരന്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ റബ്ബേ. എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും നീ നീക്കണേ റഹ്മാനെ. സാധുവാണ് പടച്ചവനെ. ഇനി ആ 3ാമത്തെ നിലയിൽ ഒരു മുത്തഅല്ലിം ഉറങ്ങിയാൽ പോലും അതിന്റെ പുണ്യം ഈ സഹോദരന് കിട്ടും. ഒരു മുത്തഅല്ലിം ഭക്ഷണം കഴിച്ചാൽ, ഒരു മുത്തഅല്ലിം ഖുർആൻ ഓതിയാൽ, ഒരു മുത്തഅല്ലിം ഒരു വരി ഇൽമു പഠിച്ചാൽ അതിന്റെ പുണ്യം ഈ സഹോദരന് കിട്ടും. അല്ലാഹുവേ, ഇതൊരു ജാരിയായ സ്വതക്കയാക്കി മാറ്റി കൊടുക്കണേ റബ്ബേ. മറ്റൊരു സഹോദരൻ ഇഹപര വിജയത്തിന് വേണ്ടിയും മരിച്ചുപോയ ഉപ്പാന്റെ വേണ്ടിയും പ്രത്യേകം ദ്വാരക്കാൻ 3ാം നിലയുടെ നിർമ്മാണത്തിന് വേണ്ടി 1 ലക്ഷം രൂപ. എന്റെ സഹോദരിമാരുടെ ഭാഗത്ത് വനിതാ വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ അവര്, ഇല്ലെങ്കിൽ മറ്റു വോളണ്ടിയേഴ്സുകൾ ഇൻഷാ അല്ലാഹ് ചെല്ലണം. നിങ്ങളുടെ ജീവിതത്തിൽ 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും എന്നൊക്കെ പറയുന്നത് ഇർഫാനി ഉസ്താദിനോട് നിർബന്ധമായി ഞാൻ പറയാണ്. ഈ സഹോദരിമാരാരെങ്കിലും സ്വർണ്ണാഭരണം ഈ നിങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ബക്കറ്റിലോ അല്ലാതെയോ അവർ തന്നാൽ അത് 3ാമത്തെ നിലയുടെ നിർമ്മാണത്തിന് വേണ്ടി മാത്രം ഇൻഷാ അല്ലാഹ് നിങ്ങൾ എടുക്കുക. വേറൊന്നിനു വേണ്ടി എടുക്കരുത്. 3ാമത്തെ നിലയിൽ ജമാലിയ അറബി കോളേജിന്റെ 2ാമത്തെ നിലയ്ക്ക് വേണ്ടി പൈസ കൊടുത്തവർക്ക് അവിടെ ഇരുന്ന് ഇൽമു പഠിക്കുന്ന മക്കളുടെ പുണ്യം എല്ലാ ദിവസവും കിട്ടും. അവർക്ക് ഭക്ഷണം കൊടുത്ത പുണ്യം കിട്ടും. അവർക്ക് കിതാബ് വായിച്ചു കൊടുത്ത പുണ്യം കിട്ടും. അവർക്ക് ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ചെയ്യുന്ന അമലിന്റെ പുണ്യം കിട്ടും. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ജില്ലയാണ്. പോകാൻ അവിടെ ആളുണ്ടോ? വനിതാ വോളണ്ടിയേഴ്സ് ഉണ്ടോ? പുരുഷന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ ചെല്ലാൻ പറ്റുന്ന ഭാഗത്തൊക്കെ ചെല്ലാം. ഒരു ബക്കറ്റോ പാത്രമോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഒരു സഹോദരിയെ നിർബന്ധിക്കുകയല്ല. അല്ലാഹുവേ, നീ എനിക്ക് തന്ന അനുഗ്രഹത്തിന് പകരമായി ഖുർആൻ മാത്രം സംസാരിച്ച റാബിയത്തുൽ അദവിയയോടൊപ്പം സ്വർഗത്തിലെത്താൻ ഈജിപ്തിന്റെ സുന്ദരിക്കുട്ടിയായി മിസ്റിൽ കിടന്നുറങ്ങുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താൻ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന നിയ്യത്തില്, ഞങ്ങൾക്ക് തൗഫീഖ് തരണമെന്ന നിയ്യത്തില് സന്തോഷത്തോടെ റാഹത്തോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് സ്വതക്ക ചെയ്യുക. നാഥാ, ഏത് പെങ്ങൾ സ്വർണം കൊടുത്താലും, ഏത് സഹോദരി സ്വർണം കൊടുത്താലും ഈ ജമാലിയ സ്ഥാപനത്തിന്റെ ബറക്കത്തും ഐശ്വര്യവും പുണ്യവും നീ അവർക്ക് ഏറ്റി കൊടുക്കണേ അല്ലാ, കൊടുക്കണേ അല്ലാ. പടച്ചവനെ, സ്ഥാനാർബുദം പോലെയുള്ള മാരക രോഗം കൊടുക്കരുത് അല്ലാ. നഷ്ടപ്പെടുന്നത് ഒരു സ്വർണ്ണമോതിരമാണ്, അതൊരു നഷ്ടമാക്കല്ലേ അല്ലാ. എനിക്കൊരു മുതഅല്ലിമാവാൻ കഴിഞ്ഞില്ല, ഒരു മുതഅല്ലിമിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവേ, ജമാലിയ സ്ഥാപനം
നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു സ്വർണത്തിന്റെ മുത്തെങ്കിലും കൊടുത്താൽ നിർബന്ധമായും അത് മൂന്നാമത്തെ നിലയുടെ നിർമ്മാണത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുക. അല്ലാഹുവേ, 1000 കൊട്ടാരം എത്ര കാലം നിലനിൽക്കുന്നുവോ അതിന്റെ ബറക്കത്തും ഐശ്വര്യവും അത് കൊടുക്കുന്ന സഹോദരിമാർക്ക് നീ നസീബാക്കി കൊടുക്കണേ അല്ലാ, കൊടുക്കണേ അല്ലാ. 1,00,000 രൂപ തന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ഇഹപര വിജയത്തിന് വേണ്ടി മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത ആ പ്രിയപ്പെട്ട സഹോദരന്റെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ചെറുപ്പറമ്പില് ജമാലിയ സ്ഥാപനം ഒരിക്കലും പിന്നോട്ട് പോവൂല അല്ലാ, ഒരിക്കലും തളരൂല അല്ലാ, ഒരിക്കലും തകരൂല അല്ലാ. ഈ സ്നേഹസമ്പന്നരായ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. സഹോദരിമാരെ ഭാഗത്ത് പോയോ? പോയില്ല. അവരൊക്കെ വെറുതെ ഇരിക്കുക, ആരും പോയില്ല. അത് ഭയങ്കര സങ്കടം. അങ്ങനെ പോയെങ്കിൽ മാത്രമേ അത് ചെയ്യുള്ളൂ. എല്ലാവരുടെ ഭാഗത്ത് ചെല്ലണം ഒരാൾ, അതിനാള് വേണം. എല്ലാവരും സംഘാടകരായി കസേര ഇരുന്നാൽ മൂന്നാമത്തെ നില അവിടെ കിടക്കുള്ളൂ, നടക്കില്ല. എല്ലാവർക്കും 1,00,000 രൂപ തരാനൊന്നും കഴിയൂല. ചില ആളുകൾക്ക് 5,000, 10,000 ഒക്കെ തരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളത് അവരെമ്പോ പോയി തന്നെ വാങ്ങാനുള്ള ഒരു മനസ്സുണ്ടാവണം, എങ്കിലും നമുക്കത് വിജയിക്കാൻ പറ്റുള്ളൂ. അത്ര തൗഫീഖ് തരട്ടെ. ഒരു സഹോദരൻ പരലോക വിജയത്തിനും ദുനിയാവിയായ വിജയത്തിനും വേണ്ടി ദ്വാരക്കാനും ബിസിനസ്സിൽ ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി മരിച്ചു ഉപ്പാക്കും അനുജനും വേണ്ടി പ്രത്യേകിച്ച് ദ്വാരക്കാനും മൂന്നാമത്തെ നിലയ്ക്ക് വേണ്ടി അടുത്ത 1,00,000 രൂപ കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, 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 മൂന്നാമത്തെ നിലയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി 1,00,000 രൂപ നിയുക്തി ചെയ്ത പ്രിയപ്പെട്ട സഹോദരനെ അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ആ സഹോദരന്റെ മരണപ്പെട്ട ഉപ്പാക്കും അനുജനും അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അവിടെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാ. ആ സഹോദരന്റെ ബിസിനസ്സിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും പുരോഗതിയും കൊടുക്കണേ അല്ലാ. ഇഹപര വിജയത്തിന് വേണ്ടിയും ബിസിനസിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും പ്രത്യേകം ദ്വാരക്കാൻ മൂന്നാമത്തെ നിലയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി മറ്റൊരു സഹോദരൻ 1,00,000 രൂപ കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, 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 ആ പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരൻ ചെയ്ത സ്വതഖയെ സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരന്റെ ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കണേ അല്ലാ. അതിന്റെ പ്രഭാഷണ വാഹനം ഇന്നലെ ചെറുവാഞ്ചേരി വഴി പോയപ്പോൾ അവിടെ വെച്ച് ഒരു സഹോദരി ഉസ്താദ് ബാക്കി ഉസ്താദിന്റെ പ്രഭാഷണത്തിന് ഹോസ്പിറ്റലിൽ ഐസിയുലുള്ള ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഒരു സ്വർണ്ണ മോതിരം കൊടുത്തയച്ചിട്ടുണ്ട്. രോഗശമനത്തിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടിയാ. ഇന്നലെ നമ്മുടെ പ്രചരണ വാഹനം പോയപ്പോൾ ആ വാഹനത്തിൽ ഒരു സഹോദരി കൊടുത്തതാണ് ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന് വേണ്ടി വന്ന ഈ വിനീതന്റെ കയ്യിൽ വന്ന ഒന്നാമത്തെ സ്വർണ്ണമോതിരമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇത് നീ സ്വീകരിക്കണേ അല്ലാ, ഇത് നീ സ്വീകരിക്കണേ അല്ലാ. സഹോദരിമാർക്കിടയിൽ നിന്ന് ആദ്യം വന്ന സ്വർണ്ണമോതിരം ഇതാണ്. ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അങ്ങൊക്കെ ഇരിക്കുന്ന സഹോദരിമാരുടെ മുമ്പിൽ നമ്മുടെ വോളണ്ടിയേഴ്സ് വരികയാണ്. വേഗം കൊടുത്തയക്കണം പെങ്ങളെ, വേഗം കൊടുത്തയക്കണം പൊന്നുമോളെ. അല്ലാഹു നിനക്ക് തന്ന സ്വർണ്ണമോതിരം ഐസുവിൽ കിടക്കുന്ന പൊന്നാര ഉപ്പച്ചിക്ക് വേണ്ടി കൊടുക്കാൻ ഒരു മോൾക്ക് മനസ്സ് വന്നു. അല്ലാഹുവേ, ചെറുവാഞ്ചേരിയിൽ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ. ആ സഹോദരിയുടെ ജീവിതത്തിൽ അടുത്ത ഒരു സ്വർണ്ണമോതിരം മറ്റൊരു പെങ്ങള് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന് വേണ്ടി തന്ന ഈ സ്വർണം സ്വീകരിക്കണേ അല്ലാ. ഏതു പെങ്ങളാണ് മരിക്കുന്നത് വരെയും മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്ക് കിട്ടുന്ന ഇൽമിന് വേണ്ടി ഈ സ്വർണം തന്നത്? അല്ലാഹുവേ, നീ സ്വീകരിച്ചുകൊണ്ട് അർഹമായ ഇതാ മനോഹരമായ മറ്റ് 2 കമ്മലി സദസ്സിലേക്ക് തന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അല്ലാഹുവേ, ആ പെങ്ങളെ നീ സഹായിക്കണേ അല്ലാ.
ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് സഹോദരിമാരുടെ മുമ്പിലേക്ക് ഇതാ വനിതാ വോളണ്ടിയേഴ്സ് ബക്കറ്റുകളുമായി വരികയാണ്. ഇത് മൂന്നാമത്തെ നിലയ്ക്ക് വേണ്ടിയാണ്. ഒരു വീട് വെക്കുമ്പോ എത്ര സാമ്പത്തികം വേണമെന്നറിയുമോ? അല്ലാഹുവേ, ഒരു സ്വർണ്ണമോതിരവും സ്വർണ്ണത്തിന്റെ മുത്തും പൊട്ടും ഒക്കെ ബക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് നിർബന്ധമായും ഇത് ജമാലിയ അറബി കോളേജിന്റെ മൂന്നാമത്തെ സിമന്റ് വാങ്ങാനും കല്ല് വാങ്ങാനും കമ്പി വാങ്ങാനും കട്ട വാങ്ങാനും ഒക്കെ അത് ചിലവഴിക്കുമ്പോ ആ പെങ്ങളുടെ ശരീരത്തിന്റെ സുഗന്ധമുള്ള സ്വർണ്ണമോതിരമാണ്. ഇത്രയും നാൾ ശരീരത്തിനോട് ചേർത്ത് വെച്ചിരുന്ന ആഭരണമാണ്. നന്ദിയുള്ളവളാണ് അല്ലാ. തരാത്ത അല്ലാ, സ്ഥാനാർബുദം തരാത്ത അല്ലാ, ഗർഭാശയ ക്യാൻസർ തരാത്ത അല്ലാ, ഞാൻ നന്ദിയുള്ളവളാ എന്ന് പറഞ്ഞുകൊണ്ടാ സ്വതക്ക ചെയ്യുന്ന സഹോദരിമാർക്ക് ഈ വിരീതന്റെ എല്ലാ മജ്‌ലിസിന്റെയും ദുആ നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. സല്ലല്ലാഹു നബി മുഹമ്മദിൻ. പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരി വീട് നിർമ്മാണം പൂർത്തിയാകാൻ വേണ്ടിയും കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടിയും ഒരു സ്വർണ്ണമോതിരം. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു സഹോദരി ഒരു സ്വർണ്ണ കമ്മൽ ഇവിടെ കൊടുത്തയച്ചിട്ടുണ്ട്. മരണപ്പെട്ട ഭർത്താവിന്, അതാണ് ഈ കമ്മൽ. മരണപ്പെട്ട ഭർത്താവിന് വേണ്ടിയും സ്വന്തം ആരോഗ്യത്തിന് വേണ്ടിയും ആയുസ്സിന് വേണ്ടിയും ദുആരക്കാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ സദഖകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആ ഭർത്താവിന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറാൻ വേണ്ടി ഒരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചവനെ, ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഒരു വിഷമവും നീ കൊടുക്കല്ല തമ്പുരാനെ, ഒരു പ്രയാസവും നീ അവർക്ക് ഒരിക്കലും കൊടുക്കരുത് അല്ലാ. ഉപ്പാന്റെ അനുജന്റെ ഭാര്യ 9 മാസം ഗർഭവതിയാണ്. 3 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് 3 പ്രാവശ്യം പ്രസവിച്ചത്. പ്രാവശ്യം സുഖപ്രസവത്തിന് വേണ്ടി ദ്വാരക്കണം എന്നറിയിച്ചുകൊണ്ടൊരു കത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാഹു മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ ആ വിഷമം അല്ലാഹു മാറ്റി ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ആഫിയത്ത് അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അസുഖം മൂലം 4 മാസത്തോളമായി ഒരു സഹോദരൻ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ അസുഖം മാറാൻ വേണ്ടി പ്രത്യേകം ദുആരക്കാൻ സംഭാവന 5000 രൂപ. എല്ലാ രോഗങ്ങളും മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്ന ഒരു സ്വർണ്ണ കോയിൻ. അൽഹംദുലില്ലാ. അങ്ങനെ ഒട്ടനവധി ദുആ ലിസ്റ്റുകളുണ്ട്, എല്ലാം കൂടി നമുക്ക് വായിക്കാൻ കഴിയില്ല. കക്കോട്ട് ഖദീജ ഹജ്ജുമ്മ സീരിയസ് ആയി ഹോസ്പിറ്റൽ ഐസിയുലാണ്. പ്രത്യേകം ദുആരക്കണം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ദുവക്കുന്ന യമാനിയുടെ പ്രവർത്തകൻ ഇല്യാസ് 19 വയസ്സ് 4 ദിവസത്തിന് മുമ്പ് മരണപ്പെട്ട് പ്രത്യേകം ദുആരക്കാൻ അറിയിച്ചിട്ടുണ്ട്. അസിസ്യമാനി നമ്മുടെ റാസൂമിന്റെ പ്രവർത്തകനാണ്. അല്ലാഹുവേ, പടച്ചവനെ, ദീനീ ഖിദ്മത്ത് രംഗത്ത് നിറഞ്ഞിരുന്ന ഇല്യാസ് എന്ന സഹോദരൻ 4 ദിവസത്തിന് മുമ്പ് മരണപ്പെട്ടു പോയി. ഖബറിന്റെ അകത്തേക്ക് പോയാൽ ആദ്യത്തെ 40 ദിവസം സ്വാലിഹീങ്ങളാണെങ്കിൽ പോലും ഭയം നിറഞ്ഞ ദിവസമാണ്. പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഈ സഹോദരന് രക്ഷ കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. കാലിന്റെ മുട്ടുവേദന മാറുന്നതിന് വേണ്ടി റംല എന്ന സഹോദരി ഒരു സ്വർണ്ണ മോതിരം. ഉമ്മാക്ക് വേണ്ടി ദുആരക്കാൻ, മകൾക്ക് സ്വാലിഹായ സന്താനം ഉണ്ടാകാൻ ദുആരക്കാൻ മറ്റൊരു സ്വർണ്ണമോതിരം. അൽഹംദുലില്ലാ. സഹോദരിമാര് ജമാലിയ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ തമ്പുരാനെ. ഈ 2 സഹോദരിമാരിൽ നിന്ന് സ്വർണം സ്വീകരിച്ചവരുടെ വേദനയെ, അവരുടെ പ്രയാസത്തെ, അവരെ നൊമ്പരത്തെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും നീ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഒരു സഹോദരി ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇടങ്ങേറൊന്നുമില്ല, നടക്കാൻ വേണ്ടി 1000 രൂപ സംഭാവന. മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ 1000 രൂപ സംഭാവന. 2 മാസം മുമ്പ് 5-6 ദിവസം ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഉസ്താദിന്റെ ദുആ കൊണ്ട് ബോധം തിരിച്ചു കിട്ടി. ഉസ്താദിന് ഒരു മോനെ പോലെയാണ് ഉമ്മ കാണുന്നത്. ആ ഉമ്മയുടെ ആഫിയത്തിന് വേണ്ടി ദുആരക്കണമെന്ന് അറിയിച്ചുകൊണ്ട് സ്വതഖ. വയതിന് വരാൻ എത്രയോ മോഹം ഉണ്ടായിരുന്നു, പക്ഷെ ആരോഗ്യ സ്ഥിതി മോശമായതുകൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദുആരക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. വേറൊരു കത്ത്, അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ എഴുതിയ കത്തുകളുണ്ട്. മകന്റെ അസുഖം മാറാൻ വേണ്ടി ദ്വാരക്കണമെന്ന് അറിയിച്ചൊരു സ്വതക്ക ഗവർണർത്തിട്ട് കൊടുത്തയച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ സ്വീകരിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. അവരുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. അവരെ സങ്കടങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദൂരീകരിച്ചു കൊടുക്കട്ടെ. സഹോദരിമാരുടെ ഭാഗത്ത് ഇപ്പോഴും വോളണ്ടിയേഴ്സുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ജമാലിയ സ്ഥാപനത്തെ നിറഞ്ഞ മനസ്സോടെ സഹായിക്കാൻ താല്പര്യമുള്ളവർ സഹായിക്കണം. ഞാൻ ഒരുപാട് 1ാമത്തെ ദിവസമായതുകൊണ്ട് ഒരുപാട് സ്വതക്ക ചോദിച്ചാൽ നാളെ മുതലുള്ള ജമാലിയയുടെ സദസ്സിന്റെ മുമ്പിലുള്ള പ്രഭാഷണത്തെ തീർച്ചയായും
ബാധിക്കുമെന്നുള്ളത് കൊണ്ടും ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്ന സമയം ആയി എന്നുള്ളത് കൊണ്ടും പറഞ്ഞ വിഷയത്തിന്റെ സമാപന ഭാഗം ഒന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് ഇവിടെ വരാനും കാണാനും ഇങ്ങനെ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനും ഒക്കെ കഴിഞ്ഞത് വലിയ ഭാഗ്യം തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ, ഖൈറും ബറക്കത്തും തരട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നന്ദിയുള്ള ഒരു മൃഗത്തെ കുറിച്ച് പറയുന്നു. ഏറ്റവും അധികം നന്ദിയുള്ള മൃഗം ഏതാണ്? ആടാണ് എന്ന് ചില ആളുകൾ പറയുന്നു. അത് പ്രവാചകന്മാരൊക്കെ ആടിനെ മേച്ചതുകൊണ്ടും മാത്രമല്ല ആടിൽ നിന്ന് പഠിക്കാൻ മനുഷ്യന് ഒരുപാട് ഗുണപാഠമുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആട് ഏറ്റവും അധികം ഒരു നന്ദിയുള്ള ജീവിയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു 1000 ആടിനെ കൊണ്ട് സൗദി അറേബ്യയിലൊക്കെ ആട് മേയ്ക്കാൻ പോകുന്ന ആള് തിരിച്ചു വരുമ്പോ ചിലപ്പോൾ 998 ആടുണ്ടാവുള്ളൂ, 2 കാണൂല. നന്ദിയുള്ള ആളാണെങ്കിൽ യജമാനന്റെ കൂടെ തന്നെ നടന്നു പോകണ്ടേ? 2 ഇല്ലാത്ത നന്ദി, ഇടയ്ക്കിടയ്ക്ക് നന്ദി കേട്ടുള്ള ആട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവന് മുതലാളി അടിക്കുമ്പോ ആടിന് സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ആവരുത്. പിന്നെ നായ എന്ന് പറയുന്നവരുണ്ട്, അത് വെറുതെയാ. നായ വാലാട്ടുന്നത് അത് വാലിന്റെ ഒരു ശൈലിയാണല്ല, നന്ദിയുള്ളത് കൊണ്ടൊന്നുമല്ല. അതൊക്കെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം. നായ വാലാട്ടിയ നന്ദിയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏറ്റവും വലിയ വാലാട്ടുന്ന കുരങ്ങൻ ലോകത്ത് ഏറ്റവും വലിയ നന്ദിയുള്ളവനാണ്. വാലെന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. അത് ചിലപ്പോൾ ആട്ടും ചിലപ്പോൾ ആട്ടാതിരിക്കും. നന്ദിയുമായിട്ട് അതിന് ബന്ധമില്ല. പക്ഷെ ഖുർആൻ പറഞ്ഞത് വല്ലാദിയാതി ലബ്ഹാ ഫൽമുരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖാ ഫവസത്ന ബിഹി ജമാ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഏറ്റവും അധികം നന്ദിയുള്ള ജീവി കുതിരയാണ്. കുതിര അതെങ്ങനെ ഉസ്താദ് കുതിര നന്ദിയുള്ള ജീവിയാവുന്നത്? കുതിരയെ കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. കുതിര ലോകത്ത് ഇന്ന് വരെ നന്ദികേട് കാണിച്ചിട്ടില്ല. ഒരു നേതാവും കുതിര നന്ദികേട് കാണിച്ചെന്ന് പറഞ്ഞത് ചരിത്രത്തിൽ കാണാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് യുദ്ധത്തിനൊക്കെ കുതിര ഉപയോഗിക്കുന്ന സ്പീഡുള്ളത് കൊണ്ട് മാത്രമല്ല, അതൊരു നന്ദിയുള്ള ജീവിയാണ്. മുകളിൽ ഇരിക്കുന്ന യജമാനനോട് കുതിര നന്ദികേട് കാണിക്കൂല. അക്ബർ ചക്രവർത്തിക്ക് കുതിരയുണ്ടായിരുന്നു. മുസോളിനി, രാക്ഷസന്റെ സ്വഭാവത്തിൽ ജീവിച്ച മുസോളിനിക്ക് കുതിരയുണ്ടായിരുന്നു. മുസോളിനി ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞത് ആ കുതിര മരിച്ചപ്പോഴായിരുന്നു. അപ്പോ അതിനൊക്കെ അവർക്കൊക്കെ കുതിരയുണ്ടായിരുന്നു. ആ കുതിരയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, മുതലാളി ഭക്ഷണം കൊടുത്തില്ലെങ്കിലും പട്ടിണി കിട്ടാലും ആ മുതലാളി അതിരാവിലെ വിളിക്കുമ്പോൾ നന്ദിയുള്ളവനായി എഴുന്നേറ്റ് വരുന്ന കുതിരയെ തന്നെയാണ് സത്യം. അതിശീക്രം പായുന്ന കുതിര, കുളമ്പുകൾ പാറക്കല്ലിൽ ഇടിച്ചുകൊണ്ട് തീപാറി പറക്കുന്ന കുതിരയെ തന്നെയാണ് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഞാൻ ഭക്ഷണം കൊടുത്ത്, ഞാൻ സുഖം കൊടുത്ത്, ഞാൻ എയർ കണ്ടീഷണർ ഒരുക്കി കൊടുത്ത് സുഖലോലുപരായി കിടത്തി ഉറക്കിയ മനുഷ്യൻ ഞാൻ സുബഹിക്ക് വിളിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് വരുന്നില്ല, നന്ദി കെട്ടവനാകുന്നു. പക്ഷേ കുതിരയാണെങ്കിലോ പട്ടിണിക്കിട്ടിരുന്നാലും മുതലാളിയോടുള്ള സ്നേഹം കൊണ്ട് നന്ദിയുള്ളവനായി എഴുന്നേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യനവന്റെ അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുന്നവൻ തന്നെയാണ്. അല്ലാഹുവേ, ആ ഒരു വിഭാഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ഈ പറഞ്ഞ രീതിയിലൂടെ നന്ദികേട് കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഒരിക്കലും ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. നന്ദിയുള്ളവരുടെ ഒന്നാകുന്നു. അൽഹംദുലില്ലാഹ്. എപ്പോഴും ഇങ്ങനെ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണവർ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത് അവരുടെ അടയാളത്തെ കുറിച്ച് മഹാന്മാര് പറയുകയാണ്, അത് സുന്നത്ത് നമസ്കാരമുള്ളവരാണ്. അവര് സുന്നത്ത് നമസ്കാരമുള്ളവരാണ്. നന്ദിയുള്ളവർക്കല്ലാതെ സുന്നത്ത് നമസ്കരിക്കാൻ കഴിയൂല. ഇപ്പൊ മഗ്‌രിബിന് മുമ്പും ശേഷമുള്ള സുന്നത്ത്, ഇശാഇന് മുമ്പും ശേഷമുള്ള സുന്നത്ത്, അസ്റിന് മുമ്പുള്ള സുന്നത്ത്, ളുഹറിന് മുമ്പും ശേഷമുള്ള സുന്നത്ത്, ളുഹ എന്ന സുന്നത്ത്, വിത്തർ എന്ന സുന്നത്ത്, അവ്വാബീൻ എന്ന സുന്നത്ത് നമസ്കാരം, തഹജ്ജുദ് എന്ന സുന്നത്ത് നമസ്കാരം, ഇതൊക്കെ ലോകത്ത് നന്ദിയുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. നന്ദിയില്ലാത്തവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നേരമുണ്ടാവൂല. പള്ളിക്കകത്ത് പെട്ടെന്ന് കയറി വുളു എടുത്ത് ഫർദ് മാത്രം നിസ്കരിച്ചു പോകുന്നവരെ നന്ദിയുള്ളവരെന്ന് പറയാൻ കഴിയൂല. അവര് കടമ പാലിക്കുന്ന അടിമകൾ മാത്രമാണ്. അത് കിടന്നിട്ട് മാറി നിന്നുകൊണ്ട് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ അത് അല്ലാഹുവിനോട് പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ നന്മയുടെ നന്ദിയുടെ പേരിൽ ചെയ്യുന്നതാണ്. അല്ലാഹുവേ, ആ വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഞങ്ങളെ
ഉൾപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നമസ്കാരം അധികരിപ്പിച്ചത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നമസ്കാരം അധികരിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയങ്ങളിൽ എവിടെ നിന്ന് ദുആ ചെയ്ത് പിരിയുമ്പോൾ മനസ്സിലുറപ്പിക്കുക, ഇന്ന് ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് പറയുന്ന പെണ്ണ് ഞാനായിരിക്കും. നാളത്തെ ദിവസം ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന പുരുഷൻ ഞാനായിരിക്കുമെന്ന് ഓരോ ദിവസവും തീരുമാനിച്ചിട്ട് അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തിന് ഏറ്റവും അധികം നന്ദി രേഖപ്പെടുത്തുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ നന്മകളും നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സ്ത്രീ അസുഖങ്ങൾ മാറാൻ വേണ്ടി ഒരു സ്വർണ്ണക്കോയിൽ, അൽഹംദുലില്ലാഹ്. മരിച്ചു ഇപ്പാക്ക് വേണ്ടി മരണസമയത്ത് ഈമാനോടെ മരിക്കാൻ വേണ്ടി ഒരു സഹോദരി സ്വർണ്ണ കമ്മല്, പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ ജമാലിയ അറബി കോളേജിന് വേണ്ടി സസന്തോഷം ഈ സ്വതക്കകൾ ചെയ്തവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് ഖൈറും ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. അവരെ വിഷമങ്ങളെ, അവരെ പ്രയാസങ്ങളെ, അവരെ നൊമ്പരങ്ങളെ അല്ലാഹുവേ ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണം റബ്ബേ. പടച്ചവനെ, ഈ ജമാലിയ അറബി കോളേജിന്റെ തിരുമുമ്പിൽ ഇരുന്നിട്ട് മൺമറഞ്ഞു പോയ മുഴുവൻ ഗുരുനാഥന്മാരുടെ പേരിൽ ഫാത്തിഹ ദുആരക്കാൻ പോവാണ്. അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഈ മൂന്നാമത്തെ നിലയുടെ ബിൽഡിംഗിന്റെ നിർമ്മാണത്തിനു വേണ്ടി അല്ലാഹു തന്ന അനുഗ്രഹത്തെ മനസ്സിൽ കരുതി ഒരു 50,000 രൂപ അല്ലാഹുവേ, നേരത്തെ 1 ലക്ഷം വെച്ച് കുറെ ആളുകൾ പറഞ്ഞു, 5,000 10,000 സ്വർണ്ണമൊക്കെ പറഞ്ഞു. ഉസ്താദേ, ഒരു 50,000 രൂപ ഞാൻ കൊടുക്കാം ഈ ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയെന്ന് നല്ല മനസ്സോടെ ആരെങ്കിലും പറയുകയാണെങ്കിൽ മഹാന്മാരായ ഉലമാക്കളുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കാൻ പോവാണ്. അല്ലാഹുവേ, ആര് പറഞ്ഞാലും നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആര് പറഞ്ഞാലും ഒരിക്കലും അവർക്ക് സാമ്പത്തിക നഷ്ടം കൊടുക്കല്ലേ അല്ലാഹ്. ഒരിക്കലും അവർക്കൊരു പ്രയാസവും ഒരു പ്രതിസന്ധിയും ഒരു വിഷമവും നീ കൊടുക്കരുത് അല്ലാഹ്. നീ കൊടുക്കരുത് അല്ലാഹ്. നീ കൊടുക്കരുത് അല്ലാഹ്. ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സ്റ്റേജിൽ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ട്, നമ്മുടെ സദസ്സിലുണ്ട്, നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഈ ജമാലിയ സ്ഥാപനത്തിന് ഉസ്താദ് അൽഹംദുലില്ലാഹ് ഇതിന്റെ പ്രവർത്തനം ഞങ്ങൾക്കറിയാം, ഇവിടുത്തെ ഉസ്താദുമാരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കറിയാം. മൂന്നാമത്തെ നില ബിൽഡിംഗിന്റെ പ്രവർത്തനം അങ്ങോട്ട് മെച്ചപ്പെട്ടു വരുമ്പോൾ ഉസ്താദ് ഈ പറഞ്ഞ മഹാന്മാരുടെ മുഴുവൻ പേരിലും ഫാത്തിഹ ദുആരക്കാണെങ്കിൽ ആ ഒരു പുണ്യ പ്രാർത്ഥനയിൽ ഈ സ്ഥാപനത്തിന്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ പറയാണ്, ഈ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ പറയാണ്, ഒരു 50,000 രൂപ അൽഹംദുലില്ലാഹ് ഞങ്ങൾ നിയത്ത് ചെയ്യാമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെയോ സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വേഗം കൊടുത്തേക്കണം. സഹോദരിമാര് ശരിക്ക് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനവുമായി സഹായിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഒരു വലിയ വള ഒരു സഹോദരി തന്റെ കയ്യിൽ നിന്നും അഴിച്ച് ഈ സ്ഥാപനത്തിന് വേണ്ടി തന്നിരിക്കുന്നു. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി വിലപിടിപ്പുള്ള വലിയ ഒരു സ്വർണ്ണവള. ഖുലൂ തക്ബീർ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ സഹോദരിയെ നീ സഹായിക്കണേ റഹ്മാനെ. മൂന്നാമത്തെ നിലയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ആ സ്വർണ്ണവള തന്ന പെങ്ങളുടെ ആഗ്രഹം അല്ലാഹുവേ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്.